ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരായ സഹോദരി സഹോദരന്മാരെ, പാസ്റ്റർമാരെ, നിങ്ങളെല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം എന്നത് വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പഠനം മറ്റ് പുസ്തകങ്ങളെ അപേക്ഷിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പഠനമാണ്. അതിൻ്റെ ഭാഷാ ശൈലി പ്രത്യേകമായൊരു ശൈലിയാണ്. സാധാരണ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ അതിൻ്റെ സർഫേസ് മീനിങ് എങ്കിലും നമുക്ക് കിട്ടും, ഒത്തിരി ആഴം ഒരു പക്ഷേ ഗ്രഹിച്ചില്ലെങ്കിൽ പോലും. പക്ഷേ ഈ പുസ്തകം വായിച്ചാൽ പല ഭാഗങ്ങളിലും അതിൻ്റെ സർഫേസ് മീനിങ് പോലും നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ള ഒരു മാർമികമായ പുസ്തകമാണ് ഇത് എന്നുള്ളതുകൊണ്ട് ഇതിന് ശരിക്കും ഒരു വ്യാഖ്യാതാവുണ്ടെങ്കിലേ ഈ പുസ്തകം മനസ്സിലാക്കാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഈ പുസ്തകം നല്ലൊരു പങ്ക് പള്ളികളിലും പ്രസംഗിക്കാറില്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യം ഒത്തിരി ആളുകൾക്ക് ഉണ്ടാവില്ല. സ്പെഷ്യലായിട്ട് പഠനങ്ങൾ എവിടെയെങ്കിലും നടത്തിയിട്ടുള്ളവർക്കല്ലാതെ പൊതുവെ ഇതിനോട് വലിയ ഗ്രാഹ്യം ഉണ്ടാവില്ല. തന്നെയല്ല, ഇത് ചില ഭാഗങ്ങളൊക്കെ വായിച്ചാൽ ആളുകൾക്കൊരു പേടിയൊക്കെ തോന്നും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ആളുകൾ ഒത്തിരി ശ്രദ്ധിക്കാറുള്ളൊരു പുസ്തകം അല്ലത്. പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഞാനിതിന് ഒത്തിരി മുഖവരെയൊന്നും പുറത്തുനിന്ന് പറയേണ്ട കാര്യമില്ല. മുഖവരെയല്ല, ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. അങ്ങനൊരു വളരെ എക്സ്ട്രാ സ്പെഷ്യലായിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ബാക്കി നിങ്ങൾ വേദപുസ്തകത്തിലെ ഇതര പുസ്തകങ്ങൾ നോക്കിയാൽ അങ്ങനെ പുസ്തകത്തെക്കുറിച്ചുള്ള മുഖവരകളൊന്നും അതിനകത്ത് കാണില്ല. പക്ഷെ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് പുസ്തകത്തിലേക്ക് തന്നെ പോവാം. 1-ാം അധ്യായം തുടങ്ങുകയാണ്. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. ആക്ച്വലി ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അതാണ്. നമ്മൾ സാധാരണ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്നല്ല അറിയുന്നത്. കണ്ടില്ലേ, എൻ്റെ മുകളിൽ യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇൻഫാക്റ്റ് അത് പിൽക്കാലത്ത് ഈ പുസ്തകങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ അവർ ചേർത്ത ഒരു ടൈറ്റിലാണ് യോഹന്നാനുണ്ടായ വെളിപ്പാടെന്നുള്ളത്. പക്ഷെ ടെക്സ്റ്റിൻ്റെ തന്നെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇതാണ്, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വെളിപ്പാട് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് സ്വാഭാവികമായി അറിയാൻ പറ്റാത്ത കാര്യങ്ങളെ വാക്കുകളിലൂടെയോ ചിത്രങ്ങളിലൂടെയോ പറഞ്ഞു തരികയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് വെളിപ്പാട് എന്നർത്ഥമാക്കുന്നത്. അൺവെയിലിംഗ്. ഒരു സാധാരണ ഉദാഹരണം പറഞ്ഞാൽ, പല കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ, തുറക്കുമ്പോൾ അവിടെ ഒരു ശിലയുണ്ടാവും. അതിനകത്ത് കുറേ കാര്യങ്ങളായിട്ടുണ്ടാവും. ഒരു കേർട്ടൻ ഇട്ട് അത് മറച്ചിരിക്കും. അപ്പം ആ ഉദ്ഘാടന സമയത്ത് ആ കേർട്ടൻ മാറ്റി അതിന് പിന്നിലെ ഇൻസ്ക്രിപ്ഷൻ നമ്മൾ കാണുന്നത് പോലെ ഇത് ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മളെ കാണിച്ചു തരുന്ന ഒരു പുസ്തകമാണ്. അപ്പം അതാണ് ഇവിടെ ഈ വെളിപ്പാട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദൈവം കാലത്തിൻ്റെ മറ നീക്കി. കാലം നമുക്കിപ്പോൾ മുമ്പോട്ട് നോക്കിയാൽ ഒട്ടും കാണാൻ പറ്റില്ല. നമുക്കിപ്പോൾ സ്പേസ് കുറേ ദൂരം കാണാം. നമ്മുടെ ദേശത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് കുറേ മൈലുകൾക്കപ്പുറത്തേക്ക് സ്പേസ്, സ്ഥലം നമുക്ക് കാണാം. പക്ഷെ കാലം നിങ്ങൾ മുമ്പോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? അടുത്ത മിനിറ്റ് എന്താണെന്ന് കാണാൻ ആർക്കാണ് കാണുള്ളത്? ആർക്കുമില്ല. കാരണം ഒരു അലങ്കാര ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു കേർട്ടൻ കിടക്കുകയാണ്, കാലം കാണാൻ മേലാത്തൊരു കേർട്ടൻ. പക്ഷെ ദൈവം ഇവിടെ ചെയ്യുന്ന കാര്യം, ആ കേർട്ടൻ അങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങ് അറ്റം വരെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് യോഹന്നാനെ അങ്ങ് അറ്റം വരെ കാണിച്ച ഒരു വലിയ വെളിപ്പാടാണ് ഈ വെളിപ്പാട്. ഓഹേ, അടുത്ത പ്രയോഗം. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അതാണ് അവിടുത്തെ, എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുകയാണ്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് എന്നുള്ളതിന് വേറെ ഒരു പ്രയോഗം കൂടി 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നുണ്ട്. 4:1. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. മേലാൽ സംഭവിപ്പാനുള്ളത്, മേലാൽ. അപ്പം അതിലെ ഉള്ളടക്കം എന്ന് പറയുന്ന ഭാവി കാര്യങ്ങളാണ്.
മേലാൽ സംഭവിപ്പാൻ ഉള്ളത്. ഇവിടെ പറയുന്നത് വേഗത്തിൽ സംഭവിപ്പാൻ ഉള്ളത്. അത് വളരെ എംഫാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എംഫാറ്റിക് എന്ന് ഞാൻ പറഞ്ഞാൽ സംഭവിപ്പാൻ ഉള്ളത് എന്നുള്ളതിന് അവിടെ പറഞ്ഞിരിക്കുന്നത് തിങ്സ് വിച്ച് മസ്റ്റ് കം ടു പാസ് ഷോർട്ട്ലി. തിങ്സ് വിച്ച് മസ്റ്റ് കം ടു പാസ് ഷോർട്ട്ലി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള നിങ്ങൾക്ക് ആ പ്രയോഗത്തിന് മസ്റ്റ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അറിയാം. സംഭവിച്ചേ തീരൂ എന്ന കാര്യം, സംഭവിക്കണമെന്ന് ദൈവം ഡിറ്റർമിൻ ചെയ്ത് തീരുമാനിച്ചിട്ടുള്ള കാര്യം, പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം. അപ്പൊ ദീസ് ആർ തിങ്സ് വിച്ച് മസ്റ്റ് കം ടു പാസ്. അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളടക്കം. ഇവ ദൈവത്തിൻ്റെ മുൻ നിർണയത്തിൽ തീരുമാനിച്ച് വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരികയാണ്. അപ്പൊ ഭാവിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഭാവി അറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഭാവി അറിഞ്ഞാൽ നിങ്ങൾക്കതിനെ ഫേസ് ചെയ്യാൻ എളുപ്പമുണ്ട്. അറിഞ്ഞില്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവാം. ഇപ്പൊ മുമ്പിലൊരു അപകടം ഇരിക്കുന്നു, ഇപ്പോൾ ഒരു ബസ്സിൽ പോകുന്നു, ആ ബസ് ഒന്ന് ആക്സിഡന്റ് ആവും എന്ന് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ആ ബസ്സിൽ കയറാതിരിക്കും. പക്ഷെ അറിയാൻ മേലാതെ എന്ന് ബസ്സിൽ ചെന്ന് കയറി ബസ് ആക്സിഡന്റ് ആയി മരിച്ചുപോയി എന്ന് വരാം, അല്ല പല പല കേടുകൾ വന്നു എന്ന് വരാം. അപ്പൊ അത് അറിഞ്ഞെങ്കിലല്ലേ നമുക്ക് പറ്റുള്ളൂ. അല്ല, രാജ്യത്ത് തന്നെ എന്തുമാത്രം കാര്യങ്ങൾ നമുക്കറിയാൻ മേലാത്ത പല കാര്യങ്ങൾ, നമുക്ക് കിട്ടേണ്ട പല പല ബെനിഫിറ്റ്സ് കിട്ടാൻ സാധ്യതയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് അറിയാൻ മേലാത്തത് കൊണ്ട് നമുക്കത് പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്നതുപോലെ ഭാവി അറിഞ്ഞാൽ നന്മയാണെങ്കിൽ കൈവശമാക്കാൻ പറ്റും, തിന്മയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. ഭാവി അറിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ സ്വാഭാവികമായി നടന്നു എന്ന് അതിനകത്ത് പെട്ടുപോകും. അതുകൊണ്ട് ദൈവം വലിയ കാര്യങ്ങൾ, അന്ത്യം വരെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുകയാണ്. ബാക്കി വായിച്ചോളൂ. അവൻ ഈ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്, കാണിക്കേണ്ടതിന് ഒരു ദീർഘചിത്രങ്ങൾ അങ്ങോട്ട് കാണിക്കുകയാണ്. അതെല്ലാം കാണിച്ചു കൊടുക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവന് കൊടുത്തു എന്ന് പറയുന്നത് ആദ്യത്തെ പ്രയോഗത്തോട് ചേർത്താണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ദൈവം ഇത് യേശുക്രിസ്തുവിന് കൊടുത്തു, യേശുക്രിസ്തുവിന്റെ കസ്റ്റഡിയിൽ കൊടുത്തു. അന്ത്യം വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടുത്തെ പ്രോപ്പർട്ടി ആയിട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ ഇത് അവിടുത്തെ വകയാണ്. അതാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്നുള്ളതിന്റെ ഗ്രാമർപരമായിട്ടുള്ള വ്യാകരണപരമായ അർത്ഥം. അതാണ് ഇത് മുഴുവൻ യേശുക്രിസ്തുവിന്റെ വകയാണ്. ഹി ഈസ് ദ കസ്റ്റോഡിയൻ, ഹി ഈസ് ദി ഓണർ നൗ. അത് അവന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് വേണ്ടി കൊടുത്തതാണ്. അവൻ വായിച്ചോളൂ. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഇവിടെ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയണം. അത് ഈ പുസ്തകം പഠിക്കുന്നതിന് ആളുകൾക്ക് കുറെ പേർക്ക് തീരെ താല്പര്യമില്ല. കുറേയേറെ സഭകളിലും ഈ പുസ്തകം പഠിപ്പിക്കാറില്ല. തന്നെയല്ല, ഈ പുസ്തകത്തെ സംബന്ധിച്ച ആളുകൾക്ക് ഗൗരവമായ സംശയങ്ങളുണ്ട്. ഇതിനെ ദൈവവചനമായി കരുതാത്ത ഒരു കൂട്ടം ക്രിസ്ത്യാനികളും വേദപണ്ഡിതന്മാരും ധാരാളമുണ്ട്. അവർക്ക് വേദപുസ്തകത്തിലെ ബാക്കി പുസ്തകങ്ങളൊക്കെ അംഗീകരിക്കാം. പക്ഷെ ഈ പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആളുകൾക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പുസ്തകവും ദാനിയേൽ പ്രവചനവും. അവരുടെ ചോദ്യം, അങ്ങനെ എങ്ങനെ കൃത്യമായിട്ടെല്ലാം ദൈവത്തിന് പറയാൻ പറ്റും? അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റുമോ എന്നാണ് അവരുടെ ചിന്ത. യെസ്, ഓഫ് കോഴ്സ്, ഹ്യൂമൻലി സ്പീക്കിംഗ്, മാനുഷികമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ അങ്ങനെ എല്ലാം പറയുകയാണെങ്കിൽ അതെങ്ങനെ പറയാൻ പറ്റും എന്ന് ചോദിച്ചേക്കാം. പക്ഷേ ഈ പുസ്തകം പറയുന്ന ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. അവിടെ നിന്നില്ലാത്തൊരു കാലമില്ല. എല്ലാ കാലത്തും നിറഞ്ഞിരിക്കുന്ന ആളാണ് ദൈവം. അപ്പോ ഇപ്പൊ ഇപ്പൊ ഒരു കാലത്തെ നിങ്ങളൊരു വൃത്തമായി ചിത്രീകരിക്കും. വൃത്തത്തിന് തുടക്കവും ഇല്ല, അവസാനമില്ല. നമ്മളിപ്പം ഓരോ ദിവസവും കാലങ്ങൾ നമ്മൾ നടന്നു നീങ്ങുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെയാണ്, നമുക്കറിയില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഈ വൃത്തത്തിൽ ദൈവം സർവ്വവ്യാപിയാണെന്ന് പറയുമ്പോ കാലത്തിൽ മാത്രമല്ല സർവ്വവ്യാപി, ഈ വൃത്തത്തിൽ മുഴുവൻ ദൈവം നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇന്നലെ എന്ന് പറയുന്ന ഒരു ലൈൻ വരച്ചിട്ട് ഇവിടെ ഇന്നലെ എന്ന് പറയുന്നു, സ്വല്പം ഇപ്പുറത്തോട്ട് മാറ്റി ഇന്നെന്ന് പറയുന്നു, സ്വല്പം അപ്പുറത്തോട്ട് മാറ്റി നാളെ എന്ന് പറയുന്നു, പിന്നെ ഇങ്ങനെ അടുത്ത വർഷം എന്നൊക്കെ വരയ്ക്കുമ്പോഴേ നമുക്ക് നടന്നു പോകണമെങ്കിലും ദൈവം അതിനകത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്.
അപ്പൊ ആ തുടക്കത്തിൽ നിറഞ്ഞിരിക്കുന്ന ദൈവം അവസാനത്തിലും നിൽക്കുകയാണ്. അപ്പൊ ദൈവത്തിന് അറിയാൻ മേലാത്തൊരു കാര്യം ഇല്ല. അപ്പൊ ആ ദൈവം അവിടത്തേക്ക് പിന്നെ ഈ കാര്യം പറയാൻ വല്ല ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അങ്ങനെ ഭാവി പറയാൻ മേലാത്ത, അറിയാൻ മേലാത്ത ദൈവം എന്തോ ദൈവമാണ്. ദൈവത്തിന് അറിയാം. അപ്പൊ ആളുകൾക്ക് ഇതിൽ വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ദാനിയേൽ പ്രവചനമൊക്കെ അങ്ങോട്ട് പഠിച്ചാൽ, ചരിത്രവും കൂടെ എടുത്ത് വെച്ചാൽ ആളുകൾ വിശ്വസിക്കാതെ തരയില്ല. ഈ പുസ്തകം അംഗീകരിക്കാതെ വേറെ മാർഗമില്ല. അപ്പൊ അങ്ങനെ ഇത് കൃത്യമാണ്, സത്യമാണെന്ന് ജനം വിശ്വസിച്ചു പോയാൽ ജനം ഇതിന്റെ വഴിക്കങ്ങ് പോവും. അതുകൊണ്ട് ഇത് മനുഷ്യനെ കൊണ്ട് വിശ്വസിപ്പിക്കാതിരിക്കാൻ മനുഷ്യന്റെ മനസ്സിൽ ചോദ്യമിട്ട് സംശയങ്ങളിട്ട് പിശാചിന്റെ ഒരു വലിയ പണിയാണ് ഈ പുസ്തകം മനുഷ്യൻ അറിയരുതെന്നുള്ളത്. എന്നാൽ ഇത് ഭയങ്കര പ്രധാനപ്പെട്ട പുസ്തകമാണ്. നീ അവിടെ പറയുന്ന ആ പ്രയോഗം നിങ്ങൾ നോക്കും. ഇപ്പൊ ഒരു കൂട്ടർ ആളുകൾ ഇപ്പൊ വേദപുസ്തകം അംഗീകരിക്കുന്നതിന്റെ കാരണങ്ങൾ ഞാനിപ്പോ ഒന്ന് പറഞ്ഞാലേ, ആളുകൾ ന്യായപ്രമാണം അംഗീകരിക്കുന്നു. 10 കൽപ്പനകൾ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നില്ലേ? 10 കൽപ്പനകൾ അംഗീകരിക്കാനുള്ള ന്യായം എന്താണ്? ദൈവം നേരിട്ട് കൊടുത്ത കാര്യമാണ്. ദൈവം നേരിട്ട് പറഞ്ഞ് തന്റെ വിരൽ കൊണ്ട് എഴുതി കൊടുത്തു. കൂടുതൽ ചോദ്യങ്ങളൊന്നും മനുഷ്യന് അതിനെ കുറിച്ചില്ല. 10 കൽപ്പന ജെനുവിൻലി മനുഷ്യൻ അംഗീകരിക്കും. പഴയ നിയമവും ബഹുഭൂരിപക്ഷവും മനുഷ്യരും ക്രിസ്തീയ സഭകൾ അംഗീകരിക്കുന്നു. അവർക്ക് അതിനെക്കുറിച്ച് ചോദ്യമില്ല. ദൈവവചനമായിട്ട് തന്നെ അംഗീകരിക്കുന്നു. അത് കുറെ ചരിത്രങ്ങളാണ്, പല പല കാര്യങ്ങളാണ്, പോയംസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്തു. അതിന്റെ കാരണം എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കെ ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം പ്രാപിക്കുകയും ചെയ്തുവെങ്കിൽ. പിന്നെ കർത്താവായ യേശു താൻ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ അത് പഴയ കാര്യം പറയാൻ, പഴയ നിയമം പറയാൻ, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്ന് പറഞ്ഞാൽ എല്ലാം ദൂതൻ വന്നു പറഞ്ഞു എന്നല്ല എന്റെ അർത്ഥം. പക്ഷെ അതിനകത്ത് ദൂതന്മാർ വഴി പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. പല പല സന്ദർഭങ്ങളിലും ദൂതുകൾ അറിയിക്കാൻ ദൈവം ഉപയോഗിച്ച ചില പ്രത്യേക ദൂതന്മാരുണ്ട്. അവർക്ക് ദൂത് കൊടുത്ത് അസൈൻ ചെയ്തവരെ പറഞ്ഞു വിടും. അപ്പൊ അങ്ങനെ ആ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം എന്ന് പഴയ നിയമത്തെ കുറിച്ച് പറയാണ്. അത് തെറ്റിച്ചവനെല്ലാം ശിക്ഷയും കൊടുത്തു. അപ്പൊ അതും അംഗീകരിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ സുവിശേഷങ്ങൾ മനുഷ്യൻ അംഗീകരിക്കുന്നു. 4 സുവിശേഷങ്ങൾ: മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അല്ല, അതിന്റെ എഴുത്തുകാർ ഇൻഫാക്ട് കുറെ മനുഷ്യരാണെങ്കിൽ പോലും അതിനകത്തെ ശബ്ദം മനുഷ്യരുടെ ശബ്ദമല്ല. അത് മുഴുവൻ യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ്. യേശു ചെയ്ത പ്രവൃത്തി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അടിസ്ഥാനപരമായി പറഞ്ഞാൽ ആ 4 പുസ്തകങ്ങൾ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ പുറകിലെ ശബ്ദം യേശു ക്രിസ്തുവിന്റെ ശബ്ദം, പ്രവൃത്തികൾ മുഴുവൻ യേശു ക്രിസ്തുവിന്റെ, മനുഷ്യന്റെ റിപ്പോർട്ടിംഗ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ അതും മനുഷ്യൻ അംഗീകരിക്കാം, പ്രശ്നമില്ല. വേദപുസ്തകത്തിലെ ലേഖനങ്ങൾ എന്ന് പറയുന്ന കുറെ പുസ്തകങ്ങളുണ്ടല്ലോ, റോമാലേഖനം മുതൽ യൂത വരെയുള്ള പുസ്തകങ്ങളുണ്ടല്ലോ, അതും മനുഷ്യന് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. പല ക്രിസ്ത്യാനികളും എല്ലാ ദിവസവും പള്ളി കൂടുമ്പോഴെല്ലാം ചൊല്ലുന്ന ഒരു ചൊല്ലും കൂടെയാണത്. ഓർമ്മയുണ്ടോ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം എന്താണെന്ന്? ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞത്? ഞങ്ങൾ പ്രസംഗിച്ച പ്രസംഗം ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ അരുളപ്പാട്. അത് മാറ്റാനുള്ള അധികാരം ഒരു മനുഷ്യർക്കും ഇല്ല. അവർക്ക് തന്നെ കുറെ കഴിയുമ്പോൾ തോന്നുകയാണ് ഇതല്ല ശരി, എനിക്ക് വേറൊരു വെളിപ്പാടുണ്ടായി, ഇതിൽ നിന്ന് വിപരീതമായ ഒരു വെളിപ്പാടുണ്ടായി എന്ന് പറഞ്ഞാൽ അത് സത്യമല്ല. അല്ല, ഒരു ദൂതൻ ഇറങ്ങി വന്ന് പറയുകയാണ് ഇപ്പം ദൈവം എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്, പൗലോസ് പറഞ്ഞ അത്ര ശരിയല്ല, അതുകൊണ്ട് വേറൊരു കാര്യം പറയാൻ ദൈവം എന്നെ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞൊരു ദൂതൻ വന്നാൽ അവനും ശപിക്കപ്പെട്ടവൻ. കാരണം ദൈവം കൃത്യമായി അവരോട് പറഞ്ഞതും അരുളി ചെയ്തതുമായ വചനമാണ്. ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിന് മാറ്റി മാറ്റി പറയേണ്ട കാര്യം ഇല്ല. ദൈവത്തിന്റെ ജ്ഞാനം കൂടുകയും കുറയുകയും ചെയ്യുന്നൊരു ജ്ഞാനം അല്ലല്ലോ. നമുക്ക് ജ്ഞാനം കൂടിയും കുറഞ്ഞും വരും. ദൈവത്തിന് എവിടെയാണ് ജ്ഞാനം കൂടിയും കുറഞ്ഞും വരുന്നത്? ദൈവം എന്നും നിത്യനായ ദൈവമല്ലേ, എന്നും തികഞ്ഞ ദൈവമല്ലേ. പക്ഷെ വെളിപ്പാടുകൾ അംശമായിട്ടേ നമുക്ക് തരുള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു കൊച്ചിനെ പള്ളിക്കുടുത്തി വിടുന്നു, നിങ്ങളങ്ങോട്ട് പള്ളിക്കുടുത്തി വിട്ടാൽ ഉടനെ പഠിക്കുന്ന പാഠം മുഴുവൻ കൊച്ചിനെ തലേ കയറ്റാൻ പറ്റുമോ? ഗ്രാജുവൽ ആയിട്ടല്ലേ പാഠങ്ങൾ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ഓരോ ലെവൽ അനുസരിച്ച് പ്രീ KG കൊണ്ടുവിടും, പിന്നെ അങ്ങോട്ട് KG വിടും, അത് കഴിഞ്ഞ് വെച്ച് 1-ാം ക്ലാസ്സിൽ വിടും, ഹൈസ്കൂൾ കഴിയും,
ഡിഗ്രിക്ക് പോകും, പോസ്റ്റ് ഗ്രാജുവേഷന് പോകും. ഇതെല്ലാം ക്രമമായിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. എന്നതുപോലെ വെളിപ്പാടുകൾക്കൊരു ഗ്രാജുവൽ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയാൻ മേലാത്തതല്ല. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് വിപരീതമായി ആര് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവൻ. നമ്മൾ ആ വചനമെല്ലാം അംഗീകരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ പറയുകയാണ്, 10 കൽപ്പന ദൈവം കൊടുത്തു, ക്വസ്റ്റ്യൻ ഇല്ലാതെ അംഗീകരിക്കുന്നു. പഴയ നിയമം ദൂതന്മാർ മുഖാന്തരം കിട്ടി, ചോദ്യമില്ലാതെ അംഗീകരിക്കുന്നു. സുവിശേഷങ്ങൾ അപ്പോസ്തലന്മാർ അല്ല കൊടുത്തത്, ഞാൻ പറഞ്ഞില്ലേ, യേശു കൊടുത്തതാണ്, അതും ചോദ്യമില്ലാതെ അംഗീകരിക്കുന്നു. ലേഖനങ്ങൾ അപ്പോസ്തലന്മാരിൽ കൂടെ കിട്ടി, അതും ചോദ്യമില്ലാതെ അംഗീകരിക്കുന്നു. വെളിപ്പാട് പുസ്തകം വന്നപ്പോ ആളുകൾക്കൊരു വിരക്തി. പക്ഷെ ആ പുസ്തകം തന്ന ആരാണ് എന്ന് ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? 1-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കും. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. കണ്ടില്ലേ, അതിന്റെ ഉത്ഭവം എവിടുന്ന്? ദൈവത്തിൽ നിന്ന്. 10 കൽപ്പന പറഞ്ഞ ദൈവത്തിങ്കിൽ നിന്ന്. അവിടുന്ന് ആർക്ക് കൊടുത്തു? യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തുവിൽ നിന്ന് കിട്ടിയ സുവിശേഷം ചോദ്യമില്ലാതെ വാങ്ങിക്കാം. ഇത് യേശുക്രിസ്തുവിന് കിട്ടിയ അവന്റെ വകയായിട്ടുള്ള പ്രോപ്പർട്ടി അല്ലേ ഇത്? യേശുവിന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദൂതനെ വിളിച്ചേപ്പിച്ചു. പഴയ നിയമം കൊടുത്ത ദൂതന്മാരുടെ മധ്യസ്ഥന് അതിന്റെ ഒരു പ്രതിനിധിയെ വിളിച്ചേപ്പിച്ചു. അപ്പൊ ആ ദൂതനും അതിനകത്തുണ്ട്. തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു, കൊടുത്തു. ചുരുക്കി പറഞ്ഞാലേ, ഈ ബാക്കി 65 പുസ്തകവും എഴുതാൻ ദൈവം ഉപയോഗിച്ച ആളുകളോ അതിന്റെ പ്രതിനിധികളോ ഒന്നിച്ചു ചേർന്ന് എഴുതിയ ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം എന്നല്ലേ അവിടെ പറയുന്നത്? കണ്ടില്ലേ, ദൈവം ഉണ്ട് അതിനകത്ത്, ദൂതനുണ്ട് അതിനകത്ത്, യേശുക്രിസ്തു ഉണ്ട് അതിനകത്ത്, അപ്പോസ്തലനുണ്ട് അതിനകത്ത്. അത്രയ്ക്ക് പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ് ഈ പുസ്തകം. ആളുകൾ ഇതിന്റെ സത്യസന്ധതയും ഇതിന്റെ നിശ്വാസതയും തള്ളിക്കളയും എന്നറിയുന്ന ദൈവം തന്റെ സർവജ്ഞാനത്തിൽ ഈ മുഴു ഗ്രൂപ്പുകളെയും ഉൾപ്പെടുത്തിയാണ് ഈ പുസ്തകം നമുക്ക് തന്നത്. അപ്പൊ ഇതിനെ സംശയിക്കേണ്ട യാതൊരു കാര്യവും വാസ്തവത്തിൽ ഇല്ല. എല്ലാ പുസ്തകത്തിനും കൂടുള്ള വാല്യൂ, അതോറിറ്റി, ഒത്തന്റിസിറ്റി ആക്ച്വലി ഈ ഒരു പുസ്തകത്തിന് ഉണ്ട്. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് ഈ പുസ്തകം. ബാക്കി ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞു, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. വേദപുസ്തകത്തിലെ വേറെ ഏത് പുസ്തകം, 65 പുസ്തകം നിങ്ങൾ എടുത്തു നോക്കൂ, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഒറ്റ പുസ്തകത്തിലും ഇല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, എക്സ്ട്രാ സ്പെഷ്യൽ ആയിട്ട്. 3-ാം വാക്യം പറയാണ്, ഒന്നുകൂടെ നോക്കൂ, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, കേൾക്കുന്നവൻ ഭാഗ്യവാൻ, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയാണ് വലിയ വലിയ കാര്യം ഇതിനകത്തുണ്ടെന്ന്. അപ്പൊ ഇത് ഈ ആഴ്ച കേൾക്കാൻ ഒരു അവസരം കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്. ഭാഗ്യം എന്താണെന്ന് ഈ ആഴ്ച തീരുമ്പോഴേ അറിയത്തുള്ളൂ. ഇപ്പൊ അതെല്ലാം തിരിയില്ല. പക്ഷേ അതാണ് അതിന്റെ സത്യം. ഇത് കേൾപ്പിക്കുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഞങ്ങൾക്ക് ഇത് കേൾപ്പിക്കാൻ അവസരം കിട്ടിയത് വലിയ കാര്യമാണ്. പാസ്റ്റർ എബ്രഹാം അതിന് സൗകര്യം ഉണ്ടാക്കി, അതൊരു വലിയ കാര്യമാണ്. പിന്നെ അതിന്റെ അസൽ അനുഗ്രഹം അതനുസരിക്കുന്നവർക്കാണ്, അവരും ഭാഗ്യമുള്ളവർ. ഓക്കെ, അടുത്ത കാര്യം പറയുന്നത് സമയം അടുത്തിരിക്കുന്നു. എന്താണെന്നോ സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം? അത് ചില വാക്യങ്ങളുടെ വെളിച്ചത്തിലാണ്. ദാനിയേൽ പ്രവചനത്തില് പണ്ട് ദാനിയേലിന് കുറേ വെളിപ്പാട് കൊടുത്തു ദൈവം. ദാനിയേൽ പ്രവചനവും ഈ പറഞ്ഞ പോലെ പഠിക്കാൻ ചില ഭാഗങ്ങൾ വലിയ പാടുള്ള ഒരു പുസ്തകമാണ് ദാനിയേൽ. കുറച്ച് അധ്യായങ്ങൾ കുഴപ്പമില്ല, അതിനകത്ത് കുറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വേറെ കുറെ ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് തലേ കയറാത്ത കുറെ കാര്യങ്ങളാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ വലിയ വെളിപ്പാടുകൾ ദാനിയേലിന് അങ്ങോട്ട് കൊടുത്തു. അപ്പൊ പല കാര്യങ്ങളും അദ്ദേഹത്തിന് മനസ്സിലായില്ല. മനസ്സിലാകാഞ്ഞപ്പോ ചോദിച്ചു, ഇതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിന് ദൈവം ഒരു ദൂതനെ നിയോഗിച്ചിരുന്നു. പ്രധാനമായിട്ട് ഗബ്രിയേലിനെയാണ് ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിരുന്നത്, ഗബ്രിയേലിനെയാണ്. അപ്പൊ ഗബ്രിയേൽ വന്ന് അത് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് ആളിന് കാര്യം അങ്ങോട്ട് ഗ്രഹിക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് 11-ാം അധ്യായത്തിൽ കുറെ വിവരങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അതെല്ലാം അങ്ങോട്ട് ലിസ്റ്റ് ചെയ്ത് കേട്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു വകയും തിരിയുന്നില്ല. അപ്പൊ ചോദിച്ചു, ഇതിന്റെ എല്ലാം കൂടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ ചില വാക്യങ്ങൾ. 4-ാം വാക്യം, നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച്
പുസ്തകത്തിന് മുദ്രയിടുക. അവനോട് പറയാണ്, നീ പുസ്തകം അടച്ചു വെച്ച് പോ, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പുസ്തകം അടച്ചേരെ ഇപ്പൊ ഇത്ര പറയത്തുള്ളൂ. പുസ്തകം അടച്ചു വെക്കുക, അന്ത്യകാലം വരെ പുസ്തകത്തെ അടച്ച് മുദ്രയിടുക. ഓക്കെ, മുദ്രയിടുക, വാക്കുറത്തോണം. ഓക്കെ, മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. റൈറ്റ്. ഇനിയും അതിന്റെ 9-ാം വാക്യമാണെന്ന് തോന്നുന്നു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. കണ്ടില്ലേ, അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും, ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും. ഓക്കെ, അപ്പോ ഇപ്പൊ നീ പുസ്തകം അടച്ചു വെക്ക, അത് അന്ത്യകാലത്തേക്കുള്ളതാണ്, ഇപ്പോഴത്തേക്കുള്ള അല്ല. അതുകൊണ്ട് ഇതിന്റെ അർത്ഥം ഇപ്പൊ നിനക്ക് പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞ് പുസ്തകം ക്ലോസ് ചെയ്ത് വെക്കാൻ പറഞ്ഞു. അടച്ച് മുദ്രയിടാൻ പറഞ്ഞു. 22-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 10-ാം വാക്യം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. കണ്ടില്ലേ, ഇവിടെ പറയുകയാണ് ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ദാനിയേലിനോട് പറഞ്ഞു പുസ്തകം അടച്ചു വെച്ച് മുദ്രയിട്ടും വെച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞു. കാരണം അത് അന്ത്യകാലത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഈ പുസ്തകം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, ഈ പുസ്തകത്തിന് മുദ്രയിടരുത്, ഇതിനി അടച്ചു വെക്കാനുള്ളതല്ല, ഇത് തുറന്നു വെക്കാനുള്ളതാണ്. കാരണം സമയം അടുത്തിരിക്കുന്നു, ആ പറഞ്ഞ അന്ത്യകാലം വന്നിരിക്കും. ദാനിയേലിനോട് പറഞ്ഞില്ലേ ഒരു അന്ത്യകാലം വരുന്നെന്ന്? ആ കാലം വന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ പുസ്തകം മുദ്രയിടരുത് എന്ന വാക്യം നമ്മൾ ഇതിനോട് ചേർത്ത് പറയുക. ഇവിടെ എന്താ പറയുന്നത്? ഇത് വായിച്ച് കേൾപ്പിക്കണം, ഇത് കേൾക്കണം, ഇത് പ്രമാണിക്കണം. സമയം അടുത്തിരിക്കുന്നു, അന്ത്യകാലം വന്നിരിക്കുന്നു. അന്ത്യകാലമെന്ന് വചനം പറയുന്ന ആ കാലം വന്നിരിക്കുന്നു. അതുകൊണ്ട് നിർബന്ധമായി ഇത് കേൾക്കണം. ഇത് കേൾക്കാതെ പോയത് ഒരു ഭയങ്കര നഷ്ടമാണ്. നിർബന്ധമായി ജനം കേൾക്കേണ്ടതും ജനം അറിയേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഓക്കെ, 4-ാം വാക്യം മുതൽ വേഗം ഒന്ന് വായിച്ചു വിട്ടോളൂ. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവങ്കിൽ നിന്നും അവന്റെ സിംഹാസനത്തിന് മുൻപിലുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതൊരു വന്ദനമാണ്. സാധാരണ വേദപുസ്തകം എഴുതുമ്പോഴേ ലേഖനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആദ്യത്തെ അധ്യായം ആദ്യത്തെ 1-2 വാക്യം വന്ദനമായിരിക്കും, ആ ജനത്തെ വന്ദനം ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ വേദപുസ്തകത്തിലെ കോമൺ ആയിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. പക്ഷേ ഈ ഗ്രീറ്റിംഗ്സ് വളരെ പ്രത്യേകമായ ഒരു ഗ്രീറ്റിംഗ്സ് ആണ്. അവിടെ പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിന്റെ അർത്ഥം who was and who is and who is to come. അതാണ് വാസ്തവത്തിൽ അതിന്റെ അർത്ഥം. അല്ലാതെ ഇരിക്കുന്നു ഇരുന്നു വരുന്നു എന്ന് അതല്ല റിയലി അവിടുത്തെ ഒരു ട്രാൻസ്ലേഷന്റെ ഒരു ലേശം പോരായ്മയാണ്. who was and who is and who is to come എന്ന് പറഞ്ഞാൽ നിത്യനായ ദൈവം, പൂർവകാലത്തുണ്ടായിരുന്നവൻ, വർത്തമാനകാലത്തുള്ളവൻ, ഭാവി കാലത്തും ഉണ്ടായിരിക്കുന്ന നിത്യനായ പിതാവായ ദൈവം. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റ് ഒരു 40 ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. സ്ഥിരം അവരുടെ കൂടെ താമസിച്ചില്ല, നേരത്തെ താമസിച്ച പോലെ. ഓരോരോ സമയത്ത് വരും, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കും, പോവും. എവിടെ പോകുമെന്ന് അവർക്കറിയില്ല. അങ്ങനെ 40 ദിവസം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. അവസാനം ഈ 40 ദിവസം പൂർത്തിയായപ്പോൾ 40-ാം ദിവസം അവരെല്ലാരെയും കൂടെ കൂട്ടിക്കൊണ്ട് യെരുശലേമിന് സമീപത്തുള്ള ഒലിവ് മലയിലേക്ക് പോയി. ആ മലയുടെ മണ്ടയ്ക്ക് കയറി അവിടെ നിന്ന് കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം പറയാനുള്ള നിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞങ്ങനെ നിൽക്കുമ്പോ ബാക്കി ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ അവനും കയറിപ്പോയി. ഇത് പറഞ്ഞ ശേഷം എന്ന് പറഞ്ഞ 1-8 വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവും. അങ്ങനെല്ലാം പറഞ്ഞു വെച്ച് അവർ കാണുക അവൻ ആരോഹണം ചെയ്തു. അപ്പൊ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു എന്നുള്ളത് മനുഷ്യർ കണ്ട കാര്യം, അല്ലാതെ അതൊരു സപ്പസിഷൻ അല്ല. യേശുവിനെ പിന്നെ കണ്ടില്ല, എന്നാ കയറിപ്പോയതായിരിക്കും എന്ന് പറയുന്ന അല്ലിത്. അവരുടെ കൂടെ അവരിങ്ങനെ നോക്കിക്കൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അവർ നോക്കി പറഞ്ഞോണ്ട് ഇരിക്കുന്നതിനിടയിൽ
അങ്ങ് പൊങ്ങി 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 അങ്ങ് പോയി. ഒറ്റ സെക്കൻഡ് കൊണ്ട് അങ്ങ് പോയതല്ല, പൊങ്ങി പൊങ്ങി അങ്ങ് പോയി. ബാക്കി ബാക്കി ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അപ്പൊ അതുവരെ കാണാമായിരുന്നു. മേഘം അവനെ മൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ മേഘത്തിനപ്പുറത്തേക്ക് അങ്ങ് പോയി, പൊങ്ങി അങ്ങ് മേഘത്തിനപ്പുറത്ത് പോയി. മേഘത്തിനപ്പുറത്ത് പോയപ്പോഴും അവരിങ്ങനെ മേപ്പോട്ട് നോക്കി നിൽക്കുകയാണ്. മേഘത്തിനപ്പുറത്ത് പോയി. അപ്പൊ 2 പുരുഷന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അവൻ പോകുന്ന നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ എന്ന് പറഞ്ഞാൽ അവർ ഗലീല നാട്ടുകാരാണ്, അതുകൊണ്ട് അങ്ങനെ വിളിക്കുകയാണ്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവർ പറഞ്ഞതാണ്, ഇവൻ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ. പ്രയോഗങ്ങൾ നോക്കാം, അങ്ങനല്ലേ? കണ്ടതുപോലെ തന്നെ, എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്, അവൻ വീണ്ടും വരും എന്നവർ പറഞ്ഞു. അപ്പൊ നോക്കുക, പ്രയോഗം അങ്ങനെ എടുക്കപ്പെട്ടു. ഒരു മേഘം അവനെ മൂടി, അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഒരു മേഘം അവനെ കൊണ്ടുപോയി എന്ന് പറയാം, പിന്നെ കണ്ടില്ല. എന്നാൽ ഇതാ അവൻ മേഘാരൂഢനായി മേഘത്തിൽ കയറി വരുന്നു. ഏത് മേഘം അവനെ കൊണ്ടുപോയോ ആ മേഘം അവനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. ഏത് മേഘം അവനെ മനുഷ്യരുടെ കാഴ്ചയ്ക്ക് മറച്ചുവോ ആ മേഘം നമ്മളെ കാണാൻ വേണ്ടി അവനെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സത്യം, the most important truth of the word of God is this, that he comes with clouds. യേശു രണ്ടാമത് വരുന്നു. ഭയങ്കര സത്യം. എന്തുകൊണ്ട് ഭയങ്കര സത്യം എന്നറിയാമോ? സപ്പോസ് യേശു വന്നു, പ്രസംഗിച്ചു, മരിച്ചു, ഇവൻ പാപികൾക്ക് വേണ്ടി മോചനം വരുത്തി, ഇവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, ദാറ്റ്സ് ഓൾ റൈറ്റ്, അത്രേ ഉള്ളായിരുന്നെങ്കിൽ അതൊരു ബിഗ് ഡീൽ അല്ല, അത്ര വലിയ കാര്യമല്ല. ഓഫ്കോഴ്സ് അത് വലിയ കാര്യം അല്ലെന്നല്ല, പക്ഷേ അതിന്റെ ലാസ്റ്റിംഗ് ഇഫക്റ്റ് ഇത്ര പവർഫുൾ ആവില്ല. അവൻ കുറെ പേരെ രക്ഷിക്കുന്നു, വേണ്ടിയവൻ പോയി വാങ്ങിച്ചു രക്ഷ, ഞാക്കിപ്പോ വേണ്ട എന്ന് പറയാമായിരുന്നു. എന്നാ ഇതല്ല, അവൻ തിരിച്ചും വരുന്നു. തിരിച്ചു വന്നിട്ട് ഓരോ മനുഷ്യനെ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അവൻ എഴുന്നേറ്റില്ലേ? മരണത്തിൽ നിന്ന് അവൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കി. ഒറ്റ ഒരാൾക്ക് മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ അധികാരം ഇല്ല. അഖിലാണ്ടത്തിൽ ഒരാൾക്ക്. ഇന്ന് വരെ ജനിച്ച സകലരും മരിച്ചില്ലേ? ആരെഴുന്നേറ്റു? വലിയ 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 ആളുകൾ ഉണ്ടായിരുന്നില്ലേ? വലിയ പവർഫുൾ രാജാക്കന്മാരുണ്ടായിരുന്നില്ലേ? ചക്രവർത്തിമാരുണ്ടായിരുന്നില്ലേ? വലിയ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നില്ലേ? വലിയ ഫിലോസഫേഴ്സ് ഉണ്ടായിരുന്നില്ലേ? വലിയ മത നേതാക്കന്മാരുണ്ടായിരുന്നില്ലേ? ആരെഴുന്നേറ്റ് വന്നു? ഒരുത്തരും എഴുന്നേറ്റില്ലല്ലോ. ഉലക മഹാന്മാർ അഖിലരും ഒരുപോലെ കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുമ്പോ ഇവൻ ഉയർത്തു എന്ന് പറഞ്ഞതിന്റെ ഗൗരവം ആലോചിക്കണം. തന്റെ കല്ലറ തുറക്കാൻ അവൻ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ, ആരുടെയും കല്ലറ തുറക്കാൻ അവൻ അധികാരം ഉണ്ട്. തന്റെ മരണത്തോട് മാറി നിൽക്കൂ എന്ന് പറയാൻ അവൻ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ, ആരുടെയും മരണത്തോട് മാറി നിൽക്കൂ എന്ന് പറയാൻ അവൻ അധികാരമുണ്ട്. ഇവൻ നേരത്തെ തെളിയിച്ചല്ലോ, ഇല്ലേ? ലാസറിന്റെ കല്ലറയ്ക്ക് ചെന്ന് വെച്ച് പുറത്തു വാ ഒറ്റ വാക്ക് പറഞ്ഞപ്പോ 4 ദിവസമായി, മരിച്ചിട്ട് 4 ദിവസമായവൻ ഒരു സെക്കൻഡ് കൂടെ പുറത്തു വന്നല്ലോ, ഇല്ലേ? ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു, അങ്ങോട്ട് എന്ന് എഴുന്നേൽക്കൂ, ബാലേ എഴുന്നേൽക്കൂ, തലീതാ കൂമി, ഒറ്റ വാക്ക് പറഞ്ഞപ്പോ അവള് ചാടി എഴുന്നേറ്റല്ലോ. അടക്കാൻ കൊണ്ടുപോയ ശവമഞ്ചത്തിനകത്തിരുന്ന് ചെറുപ്പക്കാരനോട് പുറത്തു വരൂ എന്ന് പറഞ്ഞപ്പോൾ എഴുന്നേറ്റ് വന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തു ഇവന് മരണത്തിന് മേൽ അധികാരമുണ്ടെന്ന്. തന്റെ മരണത്തെ ജയിച്ച് എഴുന്നേറ്റ് വന്നപ്പോ ഒരു കാര്യം ഉറപ്പായി പറഞ്ഞു, ഏത് കല്ലറയും ഇവൻ തുറക്കും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം 29-ാം വാക്യം. യോഹന്നാൻ 5:28-29. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കേൾക്കുമ്പോ ആരും ഭയങ്കര അന്തം വിട്ട് നോക്കി നിൽക്കുകയൊന്നും വേണ്ട. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും ഇവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായി, തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. അങ്ങനെ നാഴിക വരുന്നു.
നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും എഴുന്നേറ്റ് വരാനുള്ള നാഴിക വരുന്നു. ഇതിങ്ങനെ ആശ്ചര്യപ്പെടണ്ട. അവന്റെ ശബ്ദം പണ്ടുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തെയും ഉണ്ടാക്കിയ ശബ്ദമാണ് അവൻ്റെത്. ഈ ആകാശം വെറുതെ ഉണ്ടായതല്ല, അവൻ പറഞ്ഞു അതുണ്ടായി. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അവൻ പറഞ്ഞു അതുണ്ടായി. സമുദ്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വെള്ളം പിരിഞ്ഞു, സമുദ്രം ഉണ്ടായി. ആമേൻ. സൂര്യൻ ഉണ്ടാകട്ടെ ഒരു വാക്ക് പറഞ്ഞു അതുണ്ടായി. മനുഷ്യനെ തന്റെ വാക്ക് പറഞ്ഞല്ലുണ്ടാക്കിയത് കൈകൊണ്ടുണ്ടാക്കി മൂക്കിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നുവെങ്കിൽ ഈ ജീവൻ അവനിൽ നിന്ന് പോയാൽ ഒരിക്കൽ കൂടെ എന്നൊരു ഊത്തൂതിയാൽ സകലത്തെയും ഉണ്ടാക്കാൻ അധികാരമുള്ളവൻ, ആരും അതിശയിക്കുന്ന കല്ലറകളുള്ള എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരാനുള്ള നാഴിക വരുന്നു. ഭയങ്കര സംഭവം വരുന്നു. പ്ലസ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, 1:18. വെളിപ്പാട് പുസ്തകം, ഞാൻ മരിച്ചവനായിരുന്നു. ഇവൻ അവസാനം വിളിച്ചു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു. എന്നാൽ ഇതാ ഞാൻ മരിച്ചവനായി തീർന്നു. ഫോർ എ ഷോർട്ട് സീസൺ, ഒരു സ്വല്പ സമയത്തേക്ക് ഞാൻ മരിച്ചവനായി തീർന്നു. എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അല്പസമയത്തേക്ക് ഞാൻ മരിച്ചു, പക്ഷെ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ബാക്കി മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലും വാങ്ങിച്ചുകൊണ്ട് വന്നെന്ന് എന്ന് പറഞ്ഞാൽ ഏത് കല്ലറയും തുറക്കാനുള്ള താക്കോൽ അവിടുത്തെ കയ്യിലുണ്ടെന്ന്. എല്ലാ ആത്മാക്കളും പോയി താമസിക്കുന്ന പാതാളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആളെ കുഴിച്ചിടുന്ന കല്ലറ അത് ശരീരം. എന്നാൽ ആത്മാക്കൾ പോയി താമസിക്കുന്ന ഒരിടമുണ്ട്, പാതാളം. അതിന്റെയും താക്കോൽ അവന്റെ കൈവശമുണ്ടെന്ന്, അവന് മനസ്സുള്ളപ്പോൾ അതിനെ തുറക്കുമെന്ന്, അതിന്റെ ആധിപത്യം അവന്റെ കയ്യിലാണെന്ന്. കേക്കൂ, മരണം ദൈവത്തിന്റെ ചരക്കല്ല. മരണം ദൈവം ഉണ്ടാക്കിയതല്ല. ഒരാളെയും മരിക്കാൻ ദൈവം സൃഷ്ടിച്ചില്ല, എന്നേക്കും ജീവിക്കാനാണ് സൃഷ്ടിച്ചത്. എന്നാൽ മരണം കയറി വന്നു. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, ഹീബ്രൂസ് 2:14. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി യേശുവിനെ കുറിച്ച് പറയുകയാണ്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മരണത്തിന്റെ അധികാരി പിശാചായിരുന്നു എന്ന് പറഞ്ഞാൽ പിശാച് കൊണ്ടുവന്ന ചരക്കാണ് മരണം. എന്നും ജീവിക്കാനുണ്ടാക്കിയവനെ കൊല്ലാൻ സമ്പ്രദായം ഉണ്ടാക്കിയത് പിശാചാണ്. അവൻ കൊണ്ടുവന്ന ചരക്കാണ് മരണം. അവന്റെ അധീനതയിലിരുന്നു. ഇത് നിമിത്തം മനുഷ്യനെ പേടിപ്പിച്ചു. ഇന്നും മനുഷ്യനെ പേടിപ്പിക്കും. ദൈവത്തെ സേവിക്കാൻ പോയാൽ നിന്നെ കൊന്നുകളയും, നിന്നെ മുടിച്ചുകളയും, അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും. എന്തെല്ലാം പേടിപ്പിച്ചാണെന്നറിയാമോ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നത്? അവന്റെ ചരക്ക്, അങ്ങ് അറ്റത്തെ ചരക്ക് മരണം. വേറെ ഒന്നും ചെലവാകാതെ വരുമ്പോ ബാക്കിയെല്ലാം ആദ്യം പറഞ്ഞ് പേടിപ്പിച്ചോ. കൊച്ചു കൊച്ചു കാര്യത്തിന് പേടിക്കുമെങ്കിൽ പിന്നെ വലിയ വിരട്ട് വേണ്ടല്ലോ. ഇനി ഒരു വിരട്ടിൽ നിൽക്കില്ലെങ്കിൽ അവസാനം പറയുന്നതാണ് നിന്നെ കൊന്നുകളയും. അങ്ങനെ പറഞ്ഞാലും അങ്ങനെ പേടിപ്പിച്ചു നിർത്തി അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ പിടിച്ചു വാങ്ങിയിട്ട് പറയുകയാണ്, പിശാചേ, മേലാൽ മരണം നിന്റെ വകയല്ല. നിന്റെ കയ്യിൽ ചരക്കുണ്ട്, പക്ഷെ ആധിപത്യം നിന്റെ കയ്യിലല്ല. ആ താക്കോലും പിടിച്ചു വാങ്ങിച്ചുകൊണ്ടാണ് യേശു കല്ലറയിൽ നിന്ന് പുറത്തു വന്നത്. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും ജയിച്ചവൻ ഇവിടെ വിളിച്ചു പറയാണ്, അവൻ മേഘാരൂഢനായി വരുന്നു. എല്ലാ കല്ലറയും അന്ന് തുറക്കും. അഖിലാണ്ടത്തിൽ ഇന്ന് വരെ മരിച്ച സകലരെയും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ അവൻ തിരിച്ചു വരുന്നു. അങ്ങനെ ഒരു കാര്യം കേട്ടാൽ ആലോചിക്കണ്ടേ? നിങ്ങളെ തിരിച്ചു വിളിച്ച് മുമ്പിൽ നിർത്തി കണക്ക് ചോദിക്കുമെങ്കിൽ സകല മനുഷ്യനും അത് അറിയണ്ടേ? ഈ വസ്തുത അറിയാൻ മേലാൽ അപകടത്തിൽ പോയി പെട്ടാൽ എങ്ങനെ ഉത്തരം പറയും? കാലുമുട്ട് വിലക്കോ, ഏപ്പ് വിലക്കുമോ? അവിടെ പറയുന്നു, ബാക്കി എന്താ സംഭവിക്കുന്നത്? ഇതവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും, കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് പറഞ്ഞാൽ അവരിന്ന് ജീവനോടിരിപ്പില്ല. അതിന് മാർമികമായ ചില അർത്ഥമുണ്ട്. സക്കറിയ പ്രവചനം 12-ാം അധ്യായം 10 മുതൽ. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ആരുടെ മേൽ? ദാവീദ് ഗൃഹത്തിന്റെ മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. ഓക്കേ. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും. അവനെ കുത്തിത്തുളച്ചവരും എന്നല്ല പറഞ്ഞത്. ആരാണ് വാസ്തവത്തിൽ യേശുവിനെ കൊല്ലാൻ ഉത്തരവാദികൾ?
ഇവിടെ പറഞ്ഞതുപോലെ ദാവീദ് ഗൃഹം യെരൂശലേം നിവാസികൾ. ദാവീദ് ഗൃഹം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ 2 ഗോത്രങ്ങളെയാണ് പെർട്ടിക്കുലർലി ദാവീദ് കുലം എന്ന് പറയുന്നത്. 2 ഗോത്രം, യഹൂദ ഗോത്രം. യഹൂദ എന്ന് പറഞ്ഞ രാജ്യം, ആ രാജ്യത്തിൽ 2 ഗോത്രമാണ്. ആ 2 ഗോത്രത്തിന് പൊതുവെ പറയുന്ന പേരാണ് യഹൂദ. പക്ഷേ അവരുടെ വലിയ ആള് ദാവീദാണ്. അതുകൊണ്ട് അതിന് 2നും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് ദാവീദ് കുലം. അവരാണ് യേശുവിനെ കൊല്ലണമെന്ന് നിർബന്ധമായി ശഠിച്ചത്. ബാക്കിയുള്ളവർ അന്ന് ദേശത്തില്ല. വേറെ 10 ഗോത്രമുണ്ട്. അവർ നേരത്തെ അടിമകളായി പോയി. അവരെവിടാന്ന് പോലും അറിയത്തില്ല. അവർ യെരൂശലേം പരിസരത്തുണ്ടായിരുന്നില്ല. ദൂരെ എവിടെയൊക്കെയോ രാജ്യങ്ങളിൽ അടിമകളായി കിടക്കുന്നവരാണ്. ഈ 2 ഗോത്രങ്ങളാണ് പ്രൈമറി ആയിട്ട് യേശുവിനെ കൊല്ലാൻ ഉത്തരവാദികൾ. ദാവീദ് കുലവും യെരൂശലേം നിവാസികളും, പെർട്ടിക്കുലർലി ആ പട്ടണ നിവാസികളാണ് ഇതിന് ഉത്തരവാദികൾ. ബാക്കി ദേശക്കാരെല്ലാം അത് അറിഞ്ഞില്ല. അവരുടെ എല്ലാം കൂടെ പ്ലാനിങ് അല്ല. ഇവരുടെ നേതാക്കന്മാരെല്ലാം താമസിച്ചിരുന്ന യെരൂശലേമിലാണ്. അതുകൊണ്ട് ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും ഞാൻ കൃപകളുടെയും യാതനകളുടെയും ആത്മാവിനെ പകരും. അവർ കുത്തിയിട്ടുള്ള മംഗലേക്ക് നോക്കും. അന്ന് ഏത് പട്ടണത്തിൽ യേശുവിനെ കൊന്നോ അതേ പട്ടണത്തിൽ ഈ സംഭവം മുഴുവൻ നടക്കും. ഏത് പട്ടണത്തിലെ ജനം അവനെ തള്ളിക്കളഞ്ഞുവോ അതേ പട്ടണത്തിൽ അവൻ അംഗീകാരം അവൻ തെളിച്ച ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഇറങ്ങി വരാൻ പോകുന്നത്. അവൻ ഇറങ്ങി വരുമ്പോ ആകാശം തുറന്ന് ഭയങ്കര ശക്തിയോടെ ഇറങ്ങി വരാൻ പോവാണ്. മഹത്വത്തോടെ ഇറങ്ങി വരാൻ പോവാണ്. ആരും കാങ്ക് ഇറങ്ങി വരാൻ പോവാണ്. അങ്ങനെ ഇറങ്ങി വരുമ്പോ ഭയങ്കര ആരവാരത്തോടെ വരുമ്പോൾ ജനം മുഴുവൻ പുറത്തിറങ്ങി വരും. യേശു വെറുതെ ചുമ്മാ സിമ്പിൾ കൂളായിട്ട് ഇറങ്ങി വരികയല്ല, ഭയങ്കര ജയത്തോടെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോ കോടി കോടി ദൂതന്മാർ അവന്റെ കൂടെ ഉണ്ടെന്നറിയാമോ? ഒരൊറ്റ ദൂതൻ ശബ്ദം മുഴക്കിയാലുണ്ടല്ലോ, വെളിപ്പാട് പുസ്തകം പിന്നൊരു അധ്യായത്തിൽ വരുന്നുണ്ട്, ഒറ്റ ദൂതൻ ശബ്ദം മുഴക്കിയ സ്വർഗത്തിൽ കേൾക്കും, ഭൂമി കേൾക്കും, പാതാളത്തിൽ കേൾക്കും. അത്ര ഭയങ്കര ശബ്ദമാണ് അവർക്ക്. അങ്ങനെ കോടി ദൂതന്മാരുടെ ശബ്ദം നിങ്ങൾക്ക് ഊഹിക്കാമോ? അവർ വെറുതെ മിണ്ടാതെ കൂടി വരികയാണ്. യേശുവിനെ കണ്ട പാട്ട് തുടങ്ങില്ലേ, നൃത്തം തുടങ്ങില്ലേ, ആട്ടം തുടങ്ങില്ലേ, ഗംഭീര ധ്വനി മുഴക്കില്ലേ. നിയമസഭയിൽ പാസ്സായ ഒരുത്തൻ കയറി ഒരു മെമ്പർ പാസ്സായി കയറി വരുമ്പോ, നിങ്ങളുടെ നാട്ടിൽ വരുമ്പോ നിങ്ങൾ പടക്കം പൊട്ടിച്ച് നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഇവിടെ പടക്കമാണോ പൊട്ടിക്കുന്നത്? കോടി കോടി ഇടി മുഴക്കി ദൂതന്മാരുടെ അകമ്പടിയോട് ഒരുവൻ രാജ്യത്തെ മേറ്റുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിന്റെ ആരവാരങ്ങൾ അറിയാമോ? ഏത് രംഗം അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. പകൽ ഉറങ്ങുന്നവൻ രാത്രി ഉറങ്ങുന്നവൻ പുറത്തിറങ്ങി നോക്കും. പകൽ വീടിനകത്തിരിക്കുന്നവനും പുറത്തിറങ്ങി നോക്കും. നോക്കുമ്പോൾ ഒരുത്തൻ ആകാശം കീറി താഴേക്ക് ഇറങ്ങി വരുന്നു. അടുത്തടുത്ത് വരുമ്പോൾ ഇത് കേട്ട് പരിചയമുള്ളവൻ കൈകളിൽ അവന്റെ ആണിപ്പാടുകൾ കാണൂ, കാലുകളിൽ അവന്റെ ആണിപ്പാടുകൾ കാണൂ, തലയിൽ അവന്റെ മുറിവുകൾ കാണൂ. ഇത് വേറൊരുവരുണ്ടോ ഈ സ്ഥിതി? അഖിലാണ്ടത്തിൽ വേറൊരുത്തൻ ഈ 2 കൈകളിലും ആണിയേറ്റവനവിടെ, 2 കാലുകളിലും ആണിയേറ്റവനവിടെ, വിലാവ് കുത്തി തുറന്നവനായി അഖിലാണ്ടത്തിൽ വേറൊരുവനവിടെ. ഒരേ ഒരുവൻ, അവന്റെ പേര് യേശു ക്രിസ്തു. ആകാശം പിളർന്ന് ഇറങ്ങി വരുന്ന ദിവസം ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ബാക്കി ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഭയങ്കര നിലവിളി ഭൂമിയിൽ. യേശു പറഞ്ഞു ഭയങ്കര നിലവിളി. എന്താ നിലവിളിക്കാൻ കാര്യമെന്നറിയാ? രാത്രി നിങ്ങൾ തനിയെ പുറത്തോട്ടിറങ്ങുന്ന ഇരുട്ടത്ത് ആരെങ്കിലും ഒരു വെരുട്ടിയാൽ നിങ്ങൾ വാവിട്ടലറും. നിങ്ങൾ എന്നെ എടുക്കാനാന്നേരും. യേശുവിനെ ഭയങ്കര സ്നേഹിച്ച് കാത്തിരിക്കുന്നവർ യേശുവിനെ കാണുമ്പോൾ വാവിട്ട് കരയോ? അയ്യോ, നിങ്ങൾക്ക് എന്തോ ഒരു ഇഷ്ടമായിരിക്കും. വലിയ സ്നേഹമുള്ളവരെ കുറേയേറെ കാലം കഴിഞ്ഞ് കാണുമ്പോൾ ചിലപ്പോൾ 2 തുള്ളി കണ്ണീര് വീഴ്ത്തിയേക്കും. അത് ആ സ്നേഹത്തിന്റെ കൂടുതലുള്ളൂ. പക്ഷേ നിങ്ങൾ വാവിട്ട് കരയത്തില്ലല്ലോ, അല്ലേലൊന്നും വിങ്ങി പൊട്ടിയേക്കും. അത്രയല്ലേ ഉള്ളൂ. ഇതോ ഭയങ്കര നിലവിളിയാണ്. ഭൂമി മുഴുവൻ നിലവിളി. എന്താ നിലവിളി എന്നറിയാമോ? അയ്യോ, ഇവൻ വരുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചത് മുഴുവൻ കള്ളമാണെന്ന്, പ്രസംഗം ഒരു തട്ടിപ്പാണെന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങൾ ധരിച്ചത്. അയ്യോ, ഇവര് പ്രസംഗിച്ച അവൻ ഇറങ്ങി വരുന്നു, കൈകൾ തുളയ്ക്കപ്പെട്ടവൻ ഇറങ്ങി വരുന്നു, ക്രൂശിക്കപ്പെട്ടവൻ ഇറങ്ങി വരുന്നു. പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അവനെ എതിരേൽക്കാൻ ആവർത്തിച്ച് നാട്ടിൽ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ വിചാരിച്ചു തമാശയാണെന്ന്, ഇതാണ് വൈറ്റിപ്പഴപ്പാണെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇറങ്ങി വരുന്നു. തന്നെയോ? ഇറങ്ങി വരുമ്പോ ഒരു പേരവന്
19 അധ്യായം 16 വാക്യം. വെറുതെ ഇറങ്ങി വരുന്ന മാത്രമല്ല, ആളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ഭയങ്കര പേരുണ്ടവന്. 19:16 വെളിപ്പാട്. രാജാതിരാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. ഇങ്ങനെ ഇറങ്ങി വരികയാണ്, വേഗം വരികയാണ്, ആളുകൾ നോക്കി നിൽക്കുകയാണ്. അടുത്തടുത്ത് വരുമ്പോ ഒരു പേരെഴുതിയിരിക്കുന്നു, രാജാതിരാജാവ്, കർത്താതി കർത്താവ്. നെറ്റിയിലുണ്ട്, ഉടുപ്പിന്റെ മേലുണ്ട്. ആളാരെന്ന് ഐഡന്റിഫൈ എന്ന പേര്. രാജാതി രാജാവ് വരുന്നു എന്ന് കേട്ടപ്പോ ഈ രാജാവിനെ എതിരേൽക്കാൻ തയ്യാറില്ലാതെ ഈ രാജാവിനെ വേണ്ടാന്നും പറഞ്ഞ് നടന്നതല്ലേ? അല്ലേ? എതിരേക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, സുവിശേഷം പറഞ്ഞ കൂടെ പോടോ തന്റെ പാട്ടിന് എന്നല്ല പറഞ്ഞത്. ഇനി അത് പറഞ്ഞില്ലെങ്കിലും, വാ കൊണ്ട് പറഞ്ഞില്ലെങ്കിലും, മനസ്സുകൊണ്ട് അന്തരംഗത്തിൽ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടാന്ന്? സുവിശേഷം അംഗീകരിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം യു റിജക്റ്റഡ് ഇറ്റ്. Either you accepted it or you rejected it. നിങ്ങൾ റിജക്ട് ചെയ്താൽ അപ്പൊ അവന്റെ രാജ്യത്ത് താമസിക്കാൻ പറ്റില്ലല്ലോ, സംഗതി എതിരാകുമല്ലോ. അത് കണ്ടപ്പോ പേടിച്ച് വാവിട്ട് നിലവിളി. അഖിലാണ്ടം മുഴുവൻ നിലവിളിയുടെ ഒരു ദിവസമായിരിക്കും. ദിവസം ഭയങ്കര നിലവിളി. ഓക്കെ, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. അടുത്തത് റൈറ്റ്, ആമേൻ. ഓക്കെ എന്ന് പറഞ്ഞാൽ രണ്ടാമത് പറയുകയാണ് അങ്ങനെ തന്നെ. മൂന്നാമതേയും പറയുകയാണ് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാലേ മുഴു അഖിലാണ്ടത്തിനും മാറ്റാൻ കഴിയാത്ത ഒരു ഭയങ്കര ദൈവിക നിർണയം. യേശു വീണ്ടും വരുന്നു. ലോകം ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്താലൊന്നും ഒരു പ്രയോജനമില്ല. അവനിഞ്ഞ് ഇറങ്ങി വരും. എന്നെ സമരം സംഘടിപ്പിച്ചാലും അവനിഞ്ഞ് ഇറങ്ങി വരും. ഏത് സർക്കാർ ചെറുത്താലും അവൻ ഇറങ്ങി വരും. അവനെ തടയാൻ കഴിയുന്ന ഒരുവനും ഉണ്ടാവില്ല. ലോകത്തിന് മാറ്റാൻ കഴിയാത്ത യാഥാർത്ഥ്യം, യേശു തിരിച്ചു വരും. ഇത് കുറെ പേര് അംഗീകരിച്ചില്ല എന്നും പറഞ്ഞ് സത്യം മാറില്ല. ഇതിനാളുകൾ തയ്യാറായില്ലെന്നും പറഞ്ഞ് സത്യം മാറില്ല. നിലനിൽക്കുന്ന നിത്യസത്യം യേശു തിരിച്ചു വരും. കണ്ടില്ലേ 3 പ്രാവശ്യം പറഞ്ഞത്? ദൈവം ഒറ്റ പ്രാവശ്യം പറഞ്ഞ ദാറ്റ്സ് ഇറ്റ്, അതിനപ്പുറത്തിന് മാറ്റില്ല. പക്ഷേ ഇതിന്റെ അതിപ്രാധാന്യം കൊണ്ട് എംഫസൈസ് ചെയ്തും റീ എംഫസൈസ് ചെയ്തും പറയുകയാണ്. 22 അധ്യായത്തിന്റെ 17 വാക്യം കൂടെ, 22 3 പ്രാവശ്യം ഇതേ കാര്യം പറഞ്ഞിരിക്കുന്നത്. 7 വാക്യം, 12 വാക്യം, 20 വാക്യം. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഓക്കേ, യേശു നേരിട്ട് പറയുകയാണ്. മറ്റത് യോഹന്നാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും, ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഇനിയും 22:7 യേശു നേരിട്ട് വിളിച്ചു പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. 12 വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു. ആവർത്തിച്ച് പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. ഇതാ ഞാൻ വേഗം വരുന്നു. 20 വാക്യം, ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന്. ഇത് സാക്ഷീകരിക്കുന്നവൻ മൂന്നാമത് ആവർത്തിച്ച് പറയുകയാണ്, അതെ ഇതാ ഞാൻ വേഗം വരുന്നു. Listen folks, ദൈവത്തിന് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം യേശു തിരിച്ചു വരുന്നു. ലോകത്തിൽ സംഭവിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം യേശു മടങ്ങി വരുന്നു. സകലതും കാണുക, ഒറ്റ മനുഷ്യനെ ഒഴിവാക്കാൻ പറ്റാതെ ഇവൻ മരിച്ചവനെ പോലും വിളിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നോട്ട് നിർത്തി കാണിച്ചിട്ട് അവൻ ഇറങ്ങി വരാൻ പോകുന്നു. അതാണ് ഈ പുസ്തകത്തിന്റെ മെയിൻ കാര്യം. ഒന്നുകൂടെ പറയാം, the most important event in the history of the world of all time is this, that Jesus Christ is going to come back to the earth, here right to the earth. He is going to come back. ഭൂമിയിലേക്ക് യേശു മടങ്ങി വരാൻ പോകും. അതിന് തയ്യാറാകാനാണ് ഈ പുസ്തകം പറയുന്നത്. അവിടുന്ന് വന്നാൽ എന്തെല്ലാം സംഭവിക്കും എന്നതാണ് ബാക്കി വിശദീകരണങ്ങൾ. വരുന്നെന്ന് മാത്രമല്ല, അതിനോട് അറ്റാച്ച് ചെയ്ത് ഒത്തിരി സംഭവങ്ങളുണ്ട്. മുഴു ഭാവിയും അവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ഇതിന്റെ ഉള്ളടക്കം. Alright? വാക്യം 8, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു,
എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഒരു വേദപണ്ഡിതൻ പറഞ്ഞിരിക്കുന്നത് ഇത് പുസ്തക എഴുത്തുകാരന്റെ ഒപ്പാണെന്നാണ്. ഒപ്പ്, പേരെഴുതി ഒപ്പിടത്തില്ലേ? റൈറ്റ്. സൈൻ യുവർ നെയിം എന്നാണ് ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞത്. സൈൻ യുവർ നെയിം. വാട്ട് ഈസ് ഹിസ് നെയിം? എന്താ പറഞ്ഞത്? ഞാൻ അൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാലേ ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. അന്നത്തെ കാലത്തെ ലോക ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്കാണ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നില്ലേ, A to Z എന്ന് നമ്മൾ പറയില്ലേ എന്നതുപോലെ അന്ന് ലോകത്തിന്റെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിന്റെ ഭാഷ എന്ന് പറയുന്നത് ഗ്രീക്ക് ആയിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് ആൽഫബറ്റ് ആണ് ആൽഫ, അവസാനത്തെ ആൽഫബറ്റ് ആണ് ഒമേഗ. അപ്പൊ ഇന്നത്തെ A to Z എന്ന് പറയുന്നത് തന്നെ ഞാൻ അൽഫയും ഒമേഗ എന്ന് പറഞ്ഞ ആദിയും അന്തോ ഇല്ല, മൊത്തം അൽഫയും ഒമേഗയും എന്ന് ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി. അതിന്റെ അർത്ഥം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, which was and which is and which is to come. Then എന്ന് സർവശക്തിയുള്ള ദൈവമായ പേര് അവൻ സർവശക്തിയുള്ളവനാണ്. പിന്നെ പേര് അവൻ ദൈവമാകുന്നു എന്ന് അരുളി ചെയ്തു. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എഴുതി സൈൻ ചെയ്യാണ്. എന്തിനാണ്? നിങ്ങളൊരു കത്തെഴുതി ഒപ്പിടുന്നു. വൈ പറയില്ലേ? എന്തിനാ നിങ്ങളൊരു കത്തെഴുതി ഒപ്പിടുന്നത്? എന്തിനാണ്? നിങ്ങളുടേതാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ? വേറെ ആരുടെ അല്ല, നിങ്ങൾ തന്നെ എഴുതിയതാണ്. ഒപ്പിട്ടില്ലെങ്കിൽ ആരുടെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ എഴുതിയ ആൾ ഒപ്പിട്ടിരിക്കുക. ഈ പുസ്തകം വേറെ ആരുടെയും വകയല്ല, അദ്ദേഹത്തിന്റെ വക തന്നെയാണ്. പക്ഷെ സാധാരണ നിങ്ങൾ പുസ്തകം തുടങ്ങുമ്പോഴാണോ ഒപ്പിടുന്നത്? അവസാനിപ്പിക്കുമ്പോഴല്ലേ ഒപ്പിടുന്നത്? ഇത് തുടക്കത്തിലേ ഇട്ടിരിക്കുന്നു. അവസാനം ഉണ്ടാവും ഉപ്പ്. 22-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. കണ്ടില്ലേ? അവസാനം അതേ ഉപ്പ്. അൽഫയും ഒമേഗയും ആദിയും അന്തവും ഒന്നാമത്തവനും ഒടുക്കത്തവനും. അപ്പൊ അവസാനിച്ചപ്പോഴും ആ ഉപ്പിട്ടു. അതിന്റെ അർത്ഥം എന്താന്ന് എനിക്ക് സംഭവിച്ച ഒരു കാര്യത്തിന്റെ വെളിച്ചത്തിൽ പറയാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാന് മോട്ടോർ സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാലം. അപ്പൊ ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചോടത്ത് യോഗത്തിന് പോവാണ്. എന്റെ പോലീസുകാരൻ വഴിക്ക് തടഞ്ഞു നിർത്തി. ചെക്കിംഗ് ഉണ്ടായിരുന്നു, എന്നെ തടഞ്ഞു നിർത്തിയപ്പോ എന്റെ പേരിൽ അന്നത്തെ ഒഫൻസ് എന്ന് പറയുന്നത്, എന്റെ മോട്ടോർ സൈക്കിളിന്റെ മുമ്പിൽ നമ്പർ പ്ലേറ്റ് ഇല്ല, പുറകിൽ നമ്പർ പ്ലേറ്റ് ഉണ്ട്, മുമ്പിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. വണ്ടിക്കാരൻ ഈ തന്നപ്പോഴേ ഇന്നത്തെ സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഞാനത്ര ശ്രദ്ധിച്ചില്ല, പുറകിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. അപ്പൊ എന്റെ പേരിൽ ചാർജ് ഷീറ്റ് എഴുതിയിട്ട് നമ്പർ 1, ഒഫൻസ് നമ്പർ 1, മുമ്പിൽ നമ്പർ പ്ലേറ്റ് ഇല്ല. എന്നെ കൂടെ ഒപ്പിടിപ്പിച്ചു. കുറെ താഴെ ഒപ്പിടിപ്പിച്ചു. ഞാൻ ഒപ്പിട്ട് വെച്ചിങ്ങ് പോരുന്നു. എനിക്കറിയാമോ എന്റെ സംഗതി ബാക്കി എന്താന്ന്. അപ്പൊ എനിക്ക് കോടതി നേരിട്ട് ഹാജരാക്കാൻ പറ്റാത്തതിന് ഞാൻ വക്കീലിനെ പറഞ്ഞു വിട്ടു. കോടതിയിൽ ഹാജരായി ഫീസ് അടച്ചേക്കാൻ. ഒഫൻസ് ഉള്ളതാണ്. വക്കീൽ എന്നപ്പോ എന്റെ പേര് കുറ്റം 2. എന്നെ കൊണ്ട് ഒന്നിനെ ഒപ്പിടിപ്പിച്ചുള്ളൂ. വക്കീൽ എന്നപ്പോ കുറ്റം 2. അപ്പൊ 2 കുറ്റത്തിന് ഞാൻ പിഴ അടയ്ക്കേണ്ടി വന്നു. എന്താ സംഭവം? ഞാൻ പോയി കഴിഞ്ഞപ്പോ ഞാൻ അതിന്റെ പൈസ കൊടുത്തില്ലല്ലോ, അവരൊന്നുകൂടെ എഴുതി വെച്ചു. കണ്ടില്ലേ? ഞാൻ ഒപ്പിടാത്ത കുറ്റത്തിന് ഞാൻ കാശ് കൊടുക്കേണ്ടി വന്നു. വേറെ സംഭവം ഉണ്ട്. ഒരിക്കൽ ഞങ്ങളിവിടെ തൃശ്ശൂർ ഒരു കല്യാണത്തിന് പോയി. വന്ന വഴിക്ക് കല്യാണത്തിന് വന്ന ഒരാൾ ആക്സിഡന്റ് മരിച്ചുപോയി. അപ്പൊ മാസ്റ്ററെല്ലാം എഴുതിയപ്പോ ഞാനും വേറെ 2 പേരും കൊണ്ടാണ് ഇതിന് പോകുന്നത്. അപ്പൊ ഞങ്ങളോട് മാസ്റ്ററെല്ലാം പറഞ്ഞ് ഒപ്പെല്ലാം അടിപ്പിച്ചുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. കുറെ കഴിഞ്ഞ് തിരിച്ച് വേറെ കാര്യത്തിന് കയറി ചെന്നപ്പോ അതിനിടയ്ക്ക് പിന്നെ അവർ എഴുതിക്കൊണ്ടിരിക്കുക, ഇത് വരാതിരിക്കാൻ. ഓക്കെ, ഇടയ്ക്ക് ആരുടെയും ദൂത് ഇതിനകത്തില്ല. തുടക്കത്തിൽ ഒപ്പ്, അവസാനത്തിൽ ഒപ്പ്. ചുരുക്കി പറഞ്ഞാൽ ഈ പുസ്തകം മുഴുവൻ ഒരുവന്റെ വകയാണ്. യോഹന്നാൻ ഇൻട്രൊഡക്ഷൻ മാത്രമേ എഴുതിയുള്ളൂ. ഇത്ര ആദ്യത്തെ 7 വാക്കുകളെ യോഹന്നാന്റേതുള്ളൂ. ബാക്കി മുഴുവനും ഈ പുസ്തകത്തിന്റെ അസൽ ഉടമസ്ഥനായ യേശുക്രിസ്തുവിന്റെ വകയാണ്. ഒന്നാമത്തെ ഒപ്പിട്ട് തുടങ്ങി അവസാനിപ്പിക്കുമ്പോഴും ഒപ്പിട്ട് വിളിച്ചു പറഞ്ഞ ഈ പുസ്തകത്തിൽ ആരുടെയും തിരുത്തലുകളില്ല, തിരികെ കയറ്റലുകളില്ല. തുടക്കം മുതൽ അവസാനം വരെ ഇതിന്റെ ഉടമസ്ഥനായ യേശുക്രിസ്തുവിന്റെ വാക്കാണ്. ആമേൻ. വളരെ സ്പെഷ്യൽ. ഇങ്ങനത്തെ പുസ്തകം ഈവൻ ഈ വേദപുസ്തകത്തിൽ ഇത്ര എക്സ്ട്രാ സ്പെഷ്യൽ മറ്റൊന്നില്ല. ഭയങ്കര ഒരു പുസ്തകം. ആമേൻ.
9 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കറുത്ത ദിവസത്തിൽ ഞാൻ വിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവദിക്കിയ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ഈ പുസ്തകത്തിന്റെ പശ്ചാത്തലം എന്താണ് എന്നിവിടെ പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ഇൻട്രൊഡക്ഷനും പുസ്തകത്തിൽ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഒരു പുസ്തകത്തിൽ ഇങ്ങനത്തെ സ്ഥിതിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ വേദപുസ്തകത്തിലെ വേറെ ഒരു ടെക്സ്റ്റിലും ഇങ്ങനത്തെ ഒരു സ്ഥിതിയില്ല. ഇതിനകത്ത് ഇൻട്രൊഡക്ഷൻസ് മൊത്തം അവിടെ തന്നെ കൊടുക്കുകയാണ്. എന്താണ് ഈ പുസ്തകം എഴുതാനുണ്ടായ സാഹചര്യം? അവിടെ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. അപ്പൊ ഈ പുസ്തകം എഴുതിയത് ആരാണ് എന്ന് പറയുകയാണ്. യോഹന്നാൻ എന്ന ഞാൻ. അത്രയും സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ആളെ തിരിയും. അപ്പൊ യോഹന്നാനാണ് ഇത് എഴുതിയത്. ഒത്തിരി യോഹന്നാന്റെ പേരൊക്കെ പറയുന്നുണ്ട് ഈ പണ്ഡിതന്മാർ. ഈ പുസ്തകം ശരിയല്ലെന്ന് പറയുക എന്നുള്ളതാണ് കുറെ പേരുടെ ജോലി. അപ്പൊ അവരൊത്തിരി പേരുടെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും ആദ്യം അത്രയും മാത്രം പറഞ്ഞ തിരിയില്ലേ? നിങ്ങളുടെ സഹോദരൻ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ. ആ പേര് പറഞ്ഞ ആദിമസഭയ്ക്ക് നല്ല പരിചയം. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന അന്നത്തെ കാലത്ത് ഒരേ ഒരാൾ. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. നല്ല പരിചയമുള്ള ഒരാളെ, ആളുകൾക്ക് പരിചയമുള്ള ഒരാളെ കൂടുതൽ വിശദീകരണം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. രാഹുൽ ഗാന്ധി കൂടുതൽ വിശദീകരണം കൊടുക്കണോ ഇന്ത്യയിൽ? വേണ്ടല്ലോ. ആദിമസഭയിൽ യോഹന്നാൻ എന്ന് പറഞ്ഞാൽ വെരി വെൽ നോൺ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിൽ യേശുവുമായി ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും അവസാനം വരെ ജീവിച്ചിരുന്ന ആളാണ് യോഹന്നാൻ. അദ്ദേഹമാണ് ഈ പുസ്തകത്തിൽ എഴുത്തുകാരൻ. യോഹന്നാൻ എന്ന ഞാൻ യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രസംഗിക്കാൻ പോയെന്നല്ല അതിന്റെ അർത്ഥം. കേട്ടാ അങ്ങനെ തോന്നിപ്പോവും. പക്ഷെ അത് അവിടെ പ്രസംഗിക്കാൻ പോയതല്ല. അതിന്റെ ചരിത്രം ഈ ഒരു AD 64 മുതൽ ക്രിസ്തീയ സഭയ്ക്ക് ഭയങ്കര പീഡയുണ്ടായി. ക്രിസ്തീയ സഭയ്ക്ക് ആദ്യം തൊട്ടേ പീഡയാണ്. അപ്പോസ്തലന്മാര് പ്രസംഗിക്കാൻ തുടങ്ങിയ ആദ്യ സമയം തൊട്ട് പ്രശ്നമാണ്. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ അവരെ വിളിച്ചു വരട്ടിയില്ലേ? അവരോട് പറഞ്ഞ് മേലാൽ ഈ നാമത്തിൽ മിണ്ടിപ്പോകരുത്, നാട്ടിൽ നിന്നെ ഒന്ന് കണ്ടുപോലെ, കണ്ട നിന്നെ എല്ലാം ശരിയാക്കളെന്ന് പറഞ്ഞു. അവനെ പേടിപ്പിച്ചു. അത് കഴിഞ്ഞു പിടിച്ചു. സംസാരിച്ചതിന് അടിച്ചപ്പോ ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിന് അവമാനം സഹിക്കാൻ യോഗ്യത എണ്ണപ്പെട്ടത് കൊണ്ട് ഹല്ലേലൂയ എന്നിട്ട് പറഞ്ഞു ഒറ്റ വീട്ടിൽ കയറി പോരെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അവർ സകല വീട്ടിലും കയറാൻ തുടങ്ങി. അവര് ഒറ്റ വീട് വിടാതെ കയറാൻ തുടങ്ങി അന്നേരം. അപ്പൊ അങ്ങനെ പീഡയാണ് തുടക്കത്തിൽ. 12-ാം അധ്യായം യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. പത്രോസിനെയും കൊല്ലാൻ പിടിച്ചിട്ടു. ഇപ്പൊ പുസ്തകം മുഴുവൻ നമ്മൾ കാണുന്ന ആദ്യം തൊട്ടതിനെതിരാണ്. അന്ന് യഹൂദ സമുദായം, അന്നത്തെ സർക്കാർ റോമൻ സർക്കാരാണ്. പല പല മതങ്ങളുണ്ട്. അതിൽ യഹൂദ മതം അവരുടെ അക്സെപ്റ്റഡ് റിലിജിയനാണ്. അതിന് അംഗീകാരമുണ്ട്. അവർക്ക് പള്ളിയാവാം, അവർക്ക് അവരുടെ നിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഈവൻ അവർക്കൊരു പ്രൈവറ്റ് കോർട്ട് പോലും അനുവദിച്ചിട്ടുണ്ട്. അവരുടെ ഇടയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവരൊരു മതക്കോടതിയുണ്ട്. ആ മതക്കോടതിക്ക് മരണശിക്ഷ ഒഴിച്ചുള്ള ശിക്ഷയെല്ലാം അവർക്ക് നടപ്പാക്കാം. അത്രയ്ക്ക് സ്വാതന്ത്ര്യം യഹൂദ മതത്തിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ക്രിസ്തീയ സഭ യഹൂദ സഭയുടെയും ഭാഗമല്ല, നിയമത്തിന് പുറത്താണ്. പ്രശ്നങ്ങളാണ്, എതിരുകളാണ്. പ്ലസ് നീറോ എന്ന് പറഞ്ഞൊരു ചക്രവർത്തി വന്നു. അങ്ങേര് മഹാപുരാന്ത് പിടിച്ചൊരുത്തനായിരുന്നു. അങ്ങേര് ഇതിനെതിരെ പുരാന്ത് പിടിച്ച് ആളുകളെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ പീഡയുടെ കാലങ്ങളുണ്ടായി. അത് കാലങ്ങൾ നീണ്ടു നിന്നു. ഏതാണ്ട് AD 312 വരെ പീഡയുടെ കാലമായിരുന്നു. പല പല സമയമാണ്. പല പല റോമൻ ചക്രവർത്തിമാരായിരുന്നു ഉപദ്രവിച്ചു. അങ്ങനെ സുവിശേഷം പറയുന്ന എല്ലാരെയും കൊന്നുമുടിക്കുക എന്നായിരുന്നു അവരുടെ പോളിസി. അങ്ങനെ അപ്പോസ്തലന്മാർ എല്ലാരെയും കൊന്നു. ഈ ഒരാളിനെ ചില രേഖകൾ പറയുന്നത് യോഹന്നാനെ കൊല്ലാൻ ആഗ്രഹിച്ചു. ഒരു തരത്തിലും കൊല്ലാൻ പറ്റില്ല. അങ്ങനെ തിളച്ച എണ്ണയിൽ ഇട്ടു എന്നൊക്കെയാ പറയുന്നത്. എനിവേ,
തിളച്ച എണ്ണയിലിട്ടിട്ടും തന്നെ കൊല്ലാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ഉള്ള ഒറ്റ മാർഗം എന്ന് പറഞ്ഞാൽ ഇവനെ അങ്ങ് നാട് കടത്തിയേക്കാം, ഇനി ഈ നാട്ടിൽ താമസിക്കണ്ട, ഇവൻ ഇവിടെ താമസിച്ചാൽ പ്രസംഗിക്കും. അതുകൊണ്ട് ഇവനെ അങ്ങ് നാട് കടത്തി ഒരു കൊച്ചു ദ്വീപി കൊണ്ടിടാം. അതിന് വിട്ട ദ്വീപിന്റെ പേരാണ് പത്മോസ് എന്ന ദ്വീപ്. റിയൽ ആയിട്ടുള്ളൊരു ദ്വീപാണ്. ആ ദ്വീപ് എന്ന് പറയുന്നത് ഏതാണ്ട് 10 മൈൽ നീളവും 6 മൈൽ വീതിയും മാത്രമുള്ള ഒരു ചെറിയ ദ്വീപാണ്. ദ്വീപ് എവിടാന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ചെറിയ വിവരം പറയാം. നിങ്ങളുടെ മലയാളം പുസ്തകത്തിലെ ഏറ്റവും പുറകിൽ ചില മാപ്സ് കൊടുത്തിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? 3-ാമത്തെ മാപ്പ് എന്താണ്? അപ്പോസ്തലനായ പൗലോസ് യാത്രാദേശങ്ങളിലല്ലേ കാണുന്നത്. ഓൾറൈറ്റ്, അതിന്റെ ഏതാണ്ട് മധ്യഭാഗത്ത് നോക്കൂ. കണ്ടോ മധ്യധരണിക്കടൽ? കണ്ടോ? അതിന്റെ കുറച്ചു മാറി ക്രേത്ത, വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന കാണാമോ? ക്രേത്ത. ഓൾറൈറ്റ്, അവിടുത്തെ കുറച്ചുകൂടെ പടിഞ്ഞാറോട്ട് നോക്കൂ, വടക്കോട്ട് നോക്കൂ. വടക്കോട്ട് നോക്കിയാൽ കണ്ടില്ലേ ക്നീദോസ്, ഖോസ്, മിലെത്തോസ്. കണ്ടോ? ഇനി നോക്കൂ, ഈ സഭയുടെ പേരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിന് മേലോട്ട് നോക്കൂ. എഫെസോസ്, കണ്ടോ? സ്മുർന. കുറച്ചുകൂടെ വടക്ക് മാറി നോക്കൂ, പെർഗമോസ്. അല്പം കിഴക്ക് മാറി നോക്കൂ, തുയഥൈര. അല്പൂടം കിഴക്കോട്ട് നോക്കൂ, ഫിലദൽഫിയ. താഴെ അന്ത്യോക്യ, ലവദിക്ക, കൊലോസിയ ഒക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ? അന്ത്യോക്യ കഴിഞ്ഞിട്ട് താഴെ ലവദുക്കിയ. കണ്ടോ? ഈ 7 സഭകൾക്ക് ദൂത് അയക്കാനാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ജിയോഗ്രാഫി കണ്ടോ? അന്ന് അതിനെ ആസിയ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ഈ ദേശങ്ങളെല്ലാം ടർക്കിയിലാണ് വരുന്നത്. ഈ സ്ഥലത്തിന് ഇതേണ്ടേ, എഫെസോസിന് താഴെ മിലേത്തോസ് കണ്ടില്ലേ? അതിനിപ്പുറത്ത് വേണ്ട കോസ് കണ്ടില്ലേ? ഈ മിലേത്തോസിനും കോസിന് ഇടയിൽ സമുദ്രത്തിൽ കിടക്കുന്ന ഒരു ദ്വീപാണ് പത്മോസ്. അതവിടെ കുറിച്ചിട്ടില്ല. അതൊരു കടലിടുക്കാണ്. മധ്യധരണ കടൽ അങ്ങോട്ട് കയറി കിടക്കുന്ന ഒരു കടലിടുക്കാണ്. ആ കടലിടുക്കിലുള്ള ഒരു ചെറിയ ദ്വീപായിരുന്നു പത്മോസ്. അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ആ മിലേത്തോസിന് പടിഞ്ഞാറായിട്ട് വരും, കോസിനും മിലേത്തോസിന് തെക്ക് പടിഞ്ഞാറായും കോസിന് വടക്ക് പടിഞ്ഞാറായിട്ടും വരുന്ന ഒരു സ്ഥലം. എഫെസോസിൽ 50 മൈൽ സൗത്ത് വെസ്റ്റായും സാമോസിൽ നിന്ന് 28 മൈൽ തെക്കായും സ്ഥിതി ചെയ്തിരുന്ന ഒരു ചെറിയ ദ്വീപാണ് പത്മോസ്. ഈ ദ്വീപിലേക്കാണ് അദ്ദേഹത്തെ നാട് കടത്തിയത്. അന്ന് നല്ല വയസ്സനാണ് അദ്ദേഹം. കുറഞ്ഞ പക്ഷം ഒരു 95 വയസ്സ് കാണും അന്ന് യോഹന്നാൻ അപ്പോസ്തലന്. ഒരു 95 വയസ്സ്. അദ്ദേഹം എഫെസോസിലായിരുന്നു താമസം. അവിടേക്ക് നാട് കടത്തുന്നതിന് മുമ്പ് എഫെസോസിൽ വലിയൊരു സഭയുണ്ടായിരുന്നു. അപ്പൊ ആ സഭയുടെ ശുശ്രൂഷകനായിട്ട് അദ്ദേഹം ജീവിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ റോമൻ സർക്കാർ നാട് കടത്തി വിട്ടത്. നാട് കടത്തി വിട്ടത് മേലാൽ ഒരുത്തരോട് സുവിശേഷം പ്രസംഗിക്കാൻ ഇടയാവരുത്. ഈ 95 വയസ്സുള്ളവൻ ഈ ദ്വീപിൽ പോയി എങ്ങനെ ജീവിക്കും? ഇനി ആര് തീറ്റി കൊടുക്കാൻ? ഇവൻ അവിടെ ചത്തോളും എന്ന് വിചാരിച്ച് പറഞ്ഞു വിട്ടതാണ്. ജീവിക്കാൻ അദ്ദേഹം അവിടെ ഖനികളിൽ ജോലി ചെയ്യേണ്ടി വന്നു എന്നാണ് ചില പുരാവസ്തു ഗവേഷണങ്ങൾ പറയുന്നത്. അവിടെ ഖനികൾ ഉണ്ടായിരുന്നു. അപ്പൊ 95 വയസ്സുകാരൻ ഖനികളിൽ പണിയെടുത്ത് വേണമെന്ന് ജീവിക്കാൻ ഇദ്ദേഹത്തിന്. അവസാനിക്കണം ഇവൻ ഇവിടെ എന്ന് പറഞ്ഞു വിട്ടതാണ്. എന്തന്നെയല്ല, മേലാൽ ഒരാളോടും സുവിശേഷം പറയാൻ പാടില്ല. ദിസ് ഈസ് ദി എൻഡ് ഓഫ് ഇറ്റ്. ഇവന്റെ സുവിശേഷം ഇതുകൊണ്ട് തീരും എന്നും പറഞ്ഞ് അവനെ നാട് കടത്തി വിട്ടതാണ്. അങ്ങനെ പത്മോസ് എന്ന ദ്വീപിലിരിക്കുമ്പോൾ എന്താ വായിക്കുന്നത്? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അതിനെക്കുറിച്ച് പണ്ഡിതന്മാരുടെ ഒത്തിരി അഭിപ്രായം ഉണ്ടെങ്കിലും കർത്തൃ ദിവസം എന്ന് കേട്ടാൽ നിങ്ങളുടെ മനസ്സിൽ വേഗം വരുന്നത് എന്താണ്? ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കുന്ന ദിവസമല്ലേ? ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്ന ദിവസം വന്നപ്പോ ഇദ്ദേഹത്തിന് ആത്മവിവശതയുണ്ടായി. എന്താണ് ആത്മവിവശത? ഈ അലസൻ വിശ്വാസി കുറച്ചു പേരുണ്ടെങ്കിലും ഒരു നല്ല വിശ്വാസികളില്ലേ? അവർക്ക് ദൈവത്തെ ആരാധിക്കുക എന്നൊക്കെ പറഞ്ഞ ഹാരമല്ലേ? അവർക്ക് ആരാധിക്കണം, നല്ലപോലെ ആരാധിക്കണം. വന്നിരുന്ന് ചുമ്മാ ഒരു മാതിരി പോകുന്ന കുറച്ചു പേരുണ്ടെങ്കിലും കുറച്ചു പേർ റിയൽ ആയിട്ടല്ലേ വരുന്നത്. അവർക്ക് പാടണം, ആരാധിക്കണം, ആത്മാവിലാവണം. ഇദ്ദേഹത്തിന് കൂടെ കൂടാൻ ആരുമില്ല, ഒരാളുമില്ല. അങ്ങനെ സഭയുള്ള ദേശമല്ല തന്നെയല്ല. കുറെ കുറച്ച്
കുറച്ച് ദേശം, കുറച്ച് കനിത്തൊഴിലാളികൾ ഇങ്ങനൊക്കെ പാർക്കുന്ന ദേശങ്ങൾ, അവരാരും സുവിശേഷം കേട്ടിട്ടില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. പക്ഷേ ആ ദിവസം വന്നപ്പോഴത്തേക്ക് ആത്മാവിലായി. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണെന്നോ ആത്മവിവശത എന്ന് പറഞ്ഞാൽ? ആത്മവിവശത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ഈ ടോട്ടൽ സിസ്റ്റത്തെ ഫുള്ളി ആത്മാവ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിന് പറയുന്ന പേരാണ് ആത്മവിവശത. ടോട്ടലി കൺട്രോൾഡ് ബൈ ദ സ്പിരിറ്റ്. കാഴ്ചയനുസരിച്ചല്ല അപ്പൊ അവർ ജീവിക്കുന്നത്. ഇവിടുത്തെ സ്ഥിതി നോക്കും. അവിടെ തന്റെ പുറകിലൊരു ശബ്ദം, ഭയങ്കര ഒരു ശബ്ദം. നാട്ടിലെ വേറെ ശബ്ദങ്ങളുണ്ട്. ഇപ്പൊ ഇങ്ങനൊരുത്ത നാട്ടിൽ വന്നിരിക്കുന്നു, നാട്ടുകാർ കണ്ടൊരുത്തം വന്നിരിക്കുന്നത്, അവര് വിവരം അറിഞ്ഞു, നാട് കടത്തി വന്നതാണ്. സാധാരണ നാട് കടത്തുന്ന ആരെയാണ്? നാട്ടിൽ താമസിപ്പിക്കാൻ കൊള്ളാത്തവനെയല്ലേ നാട് കടത്തുന്നത്, അല്ലെ? ഡേഞ്ചറസ് ഫെലോസ്. ഇവരെ നാട്ടിൽ താമസിച്ചാൽ മറ്റുള്ളവർ കുഴപ്പമാണ്. അത്രയും ആളുകളെയാണ് നാട് കടത്തുന്നത്. കുറ്റം എഴുതി കൈ കൊടുത്തിട്ടുള്ള സുവിശേഷം പ്രസംഗിച്ചു, പ്രസംഗിച്ചപ്പോൾ രോഗികൾ സൗഖ്യമായി, ആളുകൾ മനസ്സാന്തരപ്പെട്ടു എന്നല്ല കൊടുത്തിരിക്കുന്നത്, നാട് കടത്തി. അപ്പൊ ആളുകൾ നോക്കുമ്പോ ഒരു ഡേഞ്ചറസ് ഫെലോ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആര് കണ്ടാലും ആ നോട്ടത്തിന്റെ സുഖം നിങ്ങളൊന്ന് നോക്കിയേ. എന്തോ ഒരു ഇഷ്ടമായിരിക്കും അയാളെ കാണുമ്പോ. ആണോ? ഏതോ ഭയങ്കര കുഴപ്പം കാണിച്ച് നാട്ടിൽ താമസിപ്പിക്കാൻ മേലാത്ത ഒരുത്തനെ ഇങ്ങോട്ട് ഇടയ്ക്ക് വിട്ടിരിക്കുന്നു എന്ന് കാണുമ്പോ മോഹമെല്ലാം കൂടെ വീർക്കുമല്ല ആളുകൾക്ക്. ഒരു കൊട്ട കാണുമല്ലോ ഈ മോഹമെല്ലാം കൂടെ. അത്രയും നോട്ടം ആളുകളുടെ. വർത്തമാനം വേണ്ട, കണ്ടില്ലേ ഒരുത്തം വരുന്നു നാട്ടിൽ താമസിപ്പിക്കാം എന്നുള്ള, അത് കൊളരാത്തം വന്ന് നമ്മുടെ നാട്ടിൽ കയറിയിരിക്കുന്നു എന്നല്ലേ ആളുകളെല്ലാം പറയുന്നത്. കാണാൻ കൊള്ളാവുന്നൊരു മുഖമില്ല അവിടെ, കേൾക്കാൻ കൊള്ളാവുന്നൊരു ശബ്ദമില്ല അവിടെ. പക്ഷേ അവൻ ആത്മവിവശതയിലായി. അപ്പൊ അവൻ കേൾക്കുന്നത് ഈ വാക്കുകളല്ല, അവൻ കാണുന്നത് മനുഷ്യരുടെ ആ നോട്ടമല്ല. അവനെ ആത്മാവ് എടുത്തോണ്ട് പോയി. ദൈവം പറയുന്നത് കേൾക്കാൻ അവന്റെ കാതുകളെ ആത്മാവ് എടുത്തോണ്ട് പോയി. ദൈവം കാണിക്കുന്ന കാഴ്ച കാണാൻ അവന്റെ കണ്ണുകളെ എടുത്തോണ്ട് പോയി. അതാണ് ഞാൻ പറഞ്ഞ ടോട്ടൽ ബീയിങ്, ആത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ആത്മവിവശത. ഇത് കേവലം ഒരു ആത്മനിറവല്ല. ആത്മാവ് പലപ്പോഴും നമ്മളുണ്ടായിട്ടുണ്ട്. നമുക്കൊരു സുഖം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒരു ഇമോഷൻ ഉണ്ടാവും. ഓഫ് കോഴ്സ് റിയൽ ആയിട്ട് കുറച്ച് കാര്യം ഉണ്ടാവും, എങ്കിലും അതല്ല ആത്മവിവശതയല്ല. ഞാൻ ഒന്നുകൂടെ പറയാണ്, ദിസ് മാൻ ജോൺ വാസ് ഫുള്ളി കൺട്രോൾഡ് ബൈ ദി സ്പിരിറ്റ്. താൻ കാണുന്നത് ദൈവം കാണിക്കുന്നത്, താൻ കേൾക്കുന്നത് ദൈവം കേൾപ്പിക്കുന്നത്. എന്താണ് താൻ കേൾക്കുന്നത്, എന്താണ് താൻ കാണുന്നത്? അടുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ബാക്കി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയഥൈര, സർദിസ്, ഫിലദൽഫിയ, ലവോദിക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ. ഭയങ്കര ശബ്ദം താൻ കേൾക്കുന്നു, ഒരു ദൈവശബ്ദം കേൾക്കുന്നു. വിരോധമായ മനുഷ്യ ശബ്ദങ്ങളുടെ നടുവിൽ ഒരു ഭയങ്കര നിയോഗമായ ദൈവശബ്ദം കേൾക്കുന്നു. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി കുറെ സഭകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. സഭകളുടെ പേരല്ല ആക്ച്വലി, അത് പട്ടണമാണ്. ആ പട്ടണത്തിലുള്ള സഭകൾക്ക് അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം. അന്നത്തെ വലിയ ശബ്ദം എന്ന് പറഞ്ഞാൽ കാഹളമാ. ഇന്നത്തെ പോലെ ലൗഡ് സ്പീക്കർ സിസ്റ്റം എന്നുള്ള കാലം അല്ലല്ലോ. കാര്യം ഉറക്കെ വിളിച്ചു പറയാൻ ഉപയോഗിക്കുന്ന കാഹളമാണ്. അപ്പൊ കാഹളത്തിനൊത്തൊരു മഹാനാദം അവന്റെ പുറകിൽ കേട്ടു. അപ്പൊ ദൈവം അവനോട് പറയുന്നു, ദൂതൻ കേട്ടു. ഇനി ആ ദൂതന്റെ പ്രാധാന്യം നോക്കൂ. എന്തിനാണ് ഇവനെ സർക്കാർ നാട് കടത്തിയത്? മേലാൽ ഒരാളോട് സുവിശേഷം പറയാൻ പാടില്ല, ഇവനോട് അവസാനിക്കണം. ഇനി അവൻ പുസ്തകം എഴുതരുത്, ഇനി ഒറ്റ ഒരുത്തനെ മാനസാന്തരത്തിലേക്ക് നടക്കരുത്, ആ വയസ്സൻ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവണം എന്ന് പറഞ്ഞ് വിട്ടപ്പോ, കർത്ത ദിവസമാണ് ഇപ്പോ ആത്മാവ് അങ്ങോട്ടങ്ങ് ഇറങ്ങി. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ആത്മാവ് അങ്ങ് ഇറങ്ങി. ആത്മാവില്ലാത്ത ഒരിടം അവന്റെ ശരീരത്തിലില്ല. അവനെ ആത്മാവ് ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ട് പറയാ, നീ എഴുത് നീ. സ്തോത്രം. ലിസൺ ടു മീ കെയർഫുള്ളി. സ്വതന്ത്രമായി ജീവിച്ചപ്പം നിങ്ങൾ ഏത് ലേഖനം എടുത്തു നോക്കൂ, ഒറ്റ സഭയ്ക്കാണ് ലേഖനം എഴുതിയത്. പൗലോസ് ഗലാത്യ സഭയ്ക്ക് എഴുതുന്നത്, പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് എഴുതുന്നത്, ഒരു സഭയ്ക്ക്. ഇവിടെ മേലാ നീ ജീവിക്കരുതെന്നും നേരാ നീ നിണ്ടരുതെന്നും ലോകം പറയുമ്പോൾ, വെറും ലോകമല്ല സർക്കാർ പറഞ്ഞപ്പോ,
യോഹന്നാനെ, നീ ഒരു സഭയ്ക്കല്ല, നീ 7 സഭയ്ക്ക് ഒറ്റയടിക്ക് എഴുതും എന്ന് വിളിച്ചു പറയുന്ന ദൈവശബ്ദം. ആത്മജീവിതത്തിനെതിരെ വ്യക്തികൾ എഴുന്നേൽക്കും, ദേശങ്ങൾ എഴുന്നേൽക്കും, കുടുംബങ്ങൾ എഴുന്നേൽക്കും, സർക്കാർ എഴുന്നേൽക്കും. അത് കേൾക്കുമ്പം അന്തം വിട്ട് വാവിട്ട് നിലവിളിക്കേണ്ടവരല്ല ദൈവമക്കൾ, തളർന്നു കിടക്കേണ്ടവരല്ല ദൈവമക്കൾ. ആത്മനിറവിലാകാൻ തയ്യാറാകൂ, ആത്മവിവശതയിലാകാൻ. നിന്റെ കാലം കഴിഞ്ഞു എന്ന് ലോകം പറഞ്ഞാൽ സ്വർഗം വിളിച്ചു പറയും, അല്ല, നിന്റെ കാലം ആരംഭിക്കും. നിന്റെ പ്രവൃത്തി അവസാനിച്ചു എന്ന് സർക്കാർ പറഞ്ഞാൽ സ്വർഗം വിളിച്ചു പറയുന്നു, നിന്റെ പ്രവൃത്തി 7 മടങ്ങ് വർദ്ധിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ദൈവ ഭരണത്തോട് ഉടക്കാൻ ഉടക്കി ജയിച്ച ഒരു സർക്കാർ അഖിലാണ്ടത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അണ്ടിൽ ദിസ് ഡേ വിശ്വാസിയെ കൊന്നുമുടിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ദൈവസഭയെ തളർത്താൻ ഇന്ന് വരെ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിന്റെ പിന്നിൽ മനുഷ്യനല്ല, ഇതിന്റെ പിന്നിൽ മതമല്ല, ഇതിന്റെ പിന്നിൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ സകല ജഡത്തിന്റെ മേലും അധികാരമുള്ള ദൈവമാണ്. അതുകൊണ്ട് ആത്മജീവിതത്തിന് പ്രശ്നമുണ്ടായാൽ അന്ന് ക്ഷീണിച്ച് കിടക്കല്ലേ. വീട്ടുകാരെല്ലാം കൂടെ എതിരായി വന്നാൽ അയ്യോ എല്ലാം തകർന്നു, ഞാനിനി എവിടെ പോകും എന്ന് പറയരുത്. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അവിടെ ആരംഭിക്കുന്നു നിന്റെ പ്രവൃത്തി, അവിടെ ആരംഭിക്കുന്നു നിന്റെ നല്ല കാലം, അവിടെ ആരംഭിക്കുന്നു നിന്റെ ക്രിയാത്മകതയുടെ കാലം. അല്ല, ലോകം പറയുന്നത് കേട്ട് ഡോണ്ട് ബിലീവ് ഇറ്റ്. നിങ്ങളുടെ ജനം പറഞ്ഞേക്കും, ഹേയ് കേട്ടില്ലേ, അത് നീ അവസാനിച്ചു എന്ന്. നോ 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 നോ. ആത്മാവിന്റെ ഒരു മണ്ഡലമുണ്ട് സഹോദരങ്ങളെ. നിങ്ങളുടെ ഈ ലോകം ശരിയായിരിക്കുന്നത് പോലെ, സത്യമായിരിക്കുന്നത് പോലെ, അതിനേക്കാൾ യാഥാർത്ഥ്യമായ ഒരു ആത്മലോകമുണ്ട്, ഒരു മണ്ഡലമുണ്ട്. ഈ കണ്ണ് കാണില്ല, പക്ഷെ ഈ സിസ്റ്റം അറിയും. ഇതിനകത്ത് വ്യാപരിക്കുന്ന ആത്മാവിനറിയാം. ഞാൻ വെറുതെ പറയല്ല, ആത്മമണ്ഡലം കണ്ട് സഞ്ചരിക്കുന്ന കുറച്ച് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. അവർ ഈ കാണുന്നതല്ല അവരുടെ പ്രധാന വിഷയം. ഈ സിസ്റ്റത്തോടെ ആത്മാവ് പറയും, റിയലി റിയലി വരാൻ പോകുന്നത് അവരോട് പറയും. നിങ്ങൾക്കുണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണെന്ന് അവരോട് പറയും. പാതാളം നിങ്ങൾക്കെതിരെ എന്തെല്ലാം ആസൂത്രണം ചെയ്യുന്നുവെന്ന് ആത്മാവ് അവരോട് പറഞ്ഞു കൊടുക്കും. ആകസ്മികമായി ഒന്നിലും പോയി പെടുന്നവരല്ലവര്. കാരണം ആത്മലോകം സത്യം, സത്യം. ഈ ലോകത്തെക്കാൾ സത്യമാണ് ആത്മലോകം. അങ്ങനെ ഒരു ലോകമുണ്ട്, അതിലേക്കാണ് ഇവന്റെ ഈ പ്രവേശനം. അവരോട് പറഞ്ഞു, എഴുതാൻ പറഞ്ഞു. അവന്റെ പേപ്പർ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾ ചോദിക്കും, അവനോ അന്നേരം അവിടെ പേപ്പർ എവിടെ, എഴുതിയോ ഇല്ലയോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കും. 10-ാം അധ്യായം. അന്നേരം അവൻ എഴുതിയില്ലയോ നോക്കാം. 4-ാം വാക്യം. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു, എന്നാൽ 7 ഇട മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പൊ അതേ കേൾക്കുകയും എഴുതുകയും കൂടെ അല്ലായിരുന്നോ? അതല്ലേ അവിടെ പറയുന്നത്. 7 ഇടി മുഴങ്ങി. ആ 7 ഇടി മുഴങ്ങിയത് എഴുതാൻ ഭാവിച്ചു. അപ്പൊ പറഞ്ഞു അത് എഴുതാതെ വിട്ടേക്കുക. അപ്പൊ എഴുതാൻ തുടങ്ങിയില്ല അന്നേരം തന്നെ? അല്ല, പിന്നൊരിക്കൽ പോയിരുന്നാണോ എഴുതിയത്? അല്ലല്ലോ, അപ്പൊ തന്നെ എഴുതായിരുന്നു. ഇടി മുഴങ്ങി അത് എഴുതാതെ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ ആ ഇടി എന്ന് അവിടെ പറയുന്നുള്ള അതിന്റെ ശബ്ദമാണ്. അതിനകത്ത് വേറെ ദൂതുണ്ട്. ആ ദൂത് എഴുതാൻ സമ്മതിച്ചില്ല. അല്ലാതെ ഇടി മുഴങ്ങി എന്ന് എഴുതരുതെന്നല്ല, ഇടിനാദം പോലെ പറഞ്ഞ മെസ്സേജ് ഉണ്ട്, ആ ദൂത് എഴുതണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കേട്ട സമയത്ത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എഴുതാൻ പറഞ്ഞത്? നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. അപ്പൊ കുറെ കാര്യം അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. പണ്ടത്തെ കാലത്ത് ചുരുളാണത്, അല്ലാതെ ഇന്നത്തെ കാലത്തെ പുസ്തകത്തിന്റെ കാലം അല്ലത്. ചുരുളുകളിലാണ് എഴുതാൻ തുടങ്ങി. ബാക്കി വായിച്ചോളൂ. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. നാദം എന്ത് എന്ന് പറഞ്ഞാൽ എന്നോട് സംസാരിച്ച ആരാണെന്ന് കാണാൻ വേണ്ടി. ശബ്ദം കേട്ടു. അതെന്തെന്ന് വെച്ചാൽ ആര് സംസാരിച്ചു എന്ന് കാണാൻ വേണ്ടി ഞാൻ തിരിഞ്ഞു. പുറകിലാണ് കേട്ടത്. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. കണ്ടത് ഒരാളുടെ പേര് പറയുന്നത് എന്താണ്? മനുഷ്യപുത്രൻ. ബാക്കി പറഞ്ഞതിന് മുമ്പ് ആളിന്റെ ആ കാര്യം ഒന്ന് പറഞ്ഞെങ്കിലേ
ബാക്കി പറഞ്ഞതിന്റെ അപ്രസക്തി തിരിയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന പേര് മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ എന്ന വാക്കിന്റെ സാധാരണ അർത്ഥം മനുഷ്യന്റെ പുത്രൻ, അത്രയേ ഉള്ളൂ. പക്ഷെ അതിന് വേറെ വലിയ അർത്ഥമുണ്ട്. വലിയ അർത്ഥം എന്താന്ന് വെച്ചാല്, യേശു ഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് ആളുകൾ, ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ ബഹുമാനിച്ചു. വലിയ ബഹുമാനമായിരുന്നു. വലിയ ആളാണ് അന്നത്തെ ആളുകളുടെ മുമ്പിൽ. സൂപ്പർ ഹീറോ ആണ്. ഭയങ്കര പ്രസംഗം, രാവും ക്രൂസൈഡ് പകലും ക്രൂസൈഡ് ഇങ്ങനെയോ നടത്തി, രോഗികളെ സൗഖ്യമാക്കി, അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, നാട്ടിൽ മുഴുവൻ വർത്താനം യേശുവിനെ കുറിച്ചാണ്. വലിയ ആളാണ്. അപ്പൊ അങ്ങനെ നടക്കുമ്പോ ആളുകൾ അവിടുത്തെ ഗുരു എന്ന് വിളിക്കും, യജമാനൻ എന്ന് വിളിക്കും, കർത്താവ് എന്ന് വിളിക്കും, അങ്ങനൊക്കെ വിളിക്കുമെങ്കിലും തന്നെക്കുറിച്ച് തന്നെ പറയാൻ ഉപയോഗിച്ച ഒരു വാക്കുണ്ട്, സാധാരണയായിട്ട് ഒരു പ്രയോഗമുണ്ട്. അതെപ്പോഴും മനുഷ്യപുത്രൻ എന്ന പേരാണ്. അതാണ് അവിടത്തേക്ക് ഇഷ്ടമുള്ള പേര്. അത് ആളുകൾ ഒരു PhD ഡിഗ്രി എടുക്കുന്ന അതിനൊക്കെ കൂടിയ കാര്യമാണ്. PhD ഒക്കെ എടുത്താൽ ഇച്ചിരി പൊങ്ങച്ചൊക്കെ അല്ലേ. അപ്പൊ ഡോക്ടറൊന്നും വിളിച്ചില്ലെങ്കിൽ ആളുകൾക്ക് ഒരു സുഖമില്ലല്ലോ. അത്രയൊക്കെ എടുത്താൽ മിക്ക പേർക്കും, അപൂർവം ചിലർക്കുള്ള പ്രശ്നമില്ലാത്തത്. ബാക്കിയുള്ള മിക്ക പേർക്കും ഒന്നും വേണമെന്നൊരു ചിന്തയാണ്. ഇവിടുന്ന് ഭയങ്കര പാടുപെട്ട് ഒരു സമ്പാദ്യം സമ്പാദിച്ചു. അതാണ് മനുഷ്യപുത്രൻ എന്ന സമ്പാദ്യം. അവിടുന്ന് ദൈവപുത്രനായിരുന്നു, മനുഷ്യനല്ലായിരുന്നു. അവിടുന്ന് അത്യുന്നത ദൈവം, അപരിമിതനായ ദൈവം, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവം. ആ ദൈവം പരിമിതപ്പെട്ട് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഭയങ്കര നേട്ടമാണ്. ഭയങ്കര ദൈവം, സകല അധികാരമുള്ളവൻ, എന്തും ചെയ്യാൻ അധികാരമുള്ളവൻ. മുഖത്ത് നോക്കി പരിഹസിച്ച് നിനക്ക് പ്രാന്താടാ എന്ന് പറഞ്ഞപ്പോഴും പ്രതികരിക്കാതെ നിൽക്കുന്ന ആ താഴ്ച. സകല ജഡത്തിനും പ്രാണൻ കൊടുക്കുന്നവൻ, ഏവരുടെ ജീവനെ എടുത്തു കളയാൻ അധികാരമുള്ളവൻ, തന്നെ തല്ലി തകർക്കുമ്പോഴും പുറത്തെ മാംസം മുഴുവൻ പറിച്ചു കീറുമ്പോഴും അവന്റെ തലയിൽ കിരീടം വച്ച് ആഞ്ഞടിക്കുമ്പോഴും അക്ഷരം മിണ്ടാതെ അത് മുഴുവൻ സഹിച്ചു നിൽക്കുന്ന ഭയങ്കര സംഭവം നിങ്ങൾക്കൊന്ന് ആലോചിക്കുക. നിങ്ങൾ ആരാണെങ്കിലും പ്രതികരിക്കില്ലേ? വല്ല മാർഗം ഉണ്ടെങ്കിലും അതിൻ്റെ ബാക്കി നോക്കില്ലേ? ഒന്നും ചെയ്യാതെ താഴ്ച ഭവിച്ച ആ പേരാണ് മനുഷ്യപുത്രൻ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് അതിൻ്റെ വലിപ്പം കൂടെ ഒന്ന് പറഞ്ഞേ പറ്റുള്ളൂ. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. സകലത്തിനും ലാക്കും സകലത്തിനും കാരണബോധനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അന്നേ അത് തിരിയത്തുള്ളൂ. കേക്കൂ, ആ താഴ്ച ഭവിച്ചവൻ, ജനം എന്ത് പറഞ്ഞിട്ടും മിണ്ടാ നിന്നവൻ, തല്ലി തകർത്തിട്ടും പ്രതികരിക്കാഞ്ഞവൻ, ഒരുവനോടും പ്രതികാരം വീട്ടാഞ്ഞവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടും ഒരുവൻ്റെ പോയി ഭീഷണി മുഴക്കാഞ്ഞ ഇവന്റെ ഈ ജീവിതത്തിന്റെ രഹസ്യം അറിയാവോ? ഒരു ദിവസം വരുന്നു, കോടി കോടി ആളുകൾ ഭയങ്കര തേജസ് ധരിച്ച് ഈ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന്, ആ തോട്ടത്തിൽ നിന്ന് പുറത്തായവന്റെ സന്തതി, ചേറ്റിക്കിടന്നവൻ, ദൈവം പടിവാക്ക് കയറ്റാത്തവൻ, മേലെ എവിടെ കയറിപ്പോകരുന്ന് പറഞ്ഞവൻ, പാതാളത്തിന് വിധിക്കപ്പെട്ടവൻ, തീപ്പയ്ക്ക് വിളിക്കപ്പെട്ടവൻ, കോടി കോടി ആളുകൾ സൂര്യപ്രഭയേക്കാൾ ഭയങ്കര തേജസ് ധരിച്ച് ഒരു ദിവസം പാട്ടോടുകൂടെ, നൃത്തത്തോടുകൂടെ, ഭയങ്കര ഗംഭീര ധ്വനികളോടുകൂടെ സ്വർഗസന്നിധിയിൽ കരേറി ചെല്ലുന്നൊരു ദിവസമുണ്ട്. ഭൂമിയിലെ സകല ഗോത്രത്തിൽ നിന്നും അതിനകത്ത് ആളുണ്ടാവും, സകല ഭാഷയിൽ നിന്നും, വംശത്തിൽ നിന്നും, ജാതിയിൽ നിന്നും എണ്ണിക്കൂടാത്തൊരു പുരുഷാരം ഭയങ്കര പാട്ടോടുകൂടെ നൃത്തം ചെയ്ത് കയറി ചെല്ലുമ്പോ ദൂതന്മാർ വിളിച്ചു ചോദിക്കും, യേശുവേ, ഇവരെ ഞങ്ങൾക്ക് പരിചയമുണ്ടല്ലോ, ഇവര് കിടന്ന പാപത്തിന്റെ കുഴി ഞങ്ങൾക്കറിയാമല്ലോ, പലരെയും സൂക്ഷിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നതല്ലേ, ഭൂമിയുടെ സ്ഥിതി ഞങ്ങൾ കണ്ടതാണ്. ഇത്ര താഴ്ച ഭവിച്ചു കിടന്ന ഒരുത്തരെ ഈ സ്വർഗസന്നിധിയിൽ കൊണ്ടുവരുവാൻ, ഈ നൃത്തം കൊടുക്കുവാൻ പ്രാപ്തിയുള്ളത് എന്താണ്? കുഞ്ഞാടേ, നിന്റെ രക്തമല്ലാതെ വേറെന്ത് വരെ ഇവിടെ കൊണ്ടുവരും? ഇവരുടെ തകർച്ച ഞങ്ങൾ കണ്ടതാണ്, ഇവരുടെ ജീവിതത്തിലെ തോൽവി ഞങ്ങൾ കണ്ടതാണ്. നിന്റെ രക്തത്തിന് ഇത്രയ്ക്ക് ശക്തിയുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്ന സ്വർഗത്തിന്റെ ഒരു ദിവസമുണ്ടാവും. അന്നേ ഇവന്റെ പേരിന്റെ അർത്ഥം അറിയൂ. അല്ലേ? നിങ്ങൾ ജീവൻ പ്രാപിക്കാൻ കാരണം യേശുവിന്റെ രക്തമല്ലേ?
നിങ്ങൾ ആത്മകൃപ പ്രാപിക്കാൻ കാരണം യേശുവിന്റെ രക്തമല്ലേ? ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാൻ കാരണം യേശുക്രിസ്തുവിന്റെ രക്തമല്ലേ? എനിക്കുള്ള മാനം യേശുക്രിസ്തുവിന്റെ സുവിശേഷം നിമിത്തമുള്ള മാനമല്ലേ? എനിക്കുള്ള ഉയർച്ച യേശുവിന്റെ സുവിശേഷം നിമിത്തമുള്ളതല്ലേ? സകലവും യേശു നിമിത്തമല്ലേ? ചെറിയ കൂട്ടമോ? അല്ലെന്നേ, കോടി 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 ജനം. ഹല്ലേലൂയ. അതിന് അവിടുന്ന് എടുത്ത പേരാണ് മനുഷ്യപുത്രൻ എന്ന പേര്. എന്നെ മാറ്റാൻ, നിങ്ങളെ മാറ്റാൻ, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ എടുത്ത പേരാണ്. പേര് ചെറുതല്ല, വലിയ പേരാണ്. റൈറ്റ്? പക്ഷെ മനുഷ്യന്റെ ദൃഷ്ടിയിൽ കൊച്ചു പേരാണ് മനുഷ്യപുത്രൻ. എങ്കിലും കേൾക്കൂ, ഈ മനുഷ്യപുത്രനെ ഈ യോഹന്നാൻ നല്ല പരിചയമാണ്. നല്ല പരിചയമാണെന്ന് പറഞ്ഞാൽ, യേശു പരസ്യമായ ശുശ്രൂഷയ്ക്ക് വന്ന സമയം തൊട്ട് ഈ യോഹന്നാന് യേശുവിനെ പരിചയമുണ്ട്. ഈവൻ ഇൻഫാക്ട് അതിന് മുമ്പേ ഉണ്ട്. അത് വേദപുസ്തകത്തിൽ പറയുന്നില്ല. കാരണം ഈ യോഹന്നാൻ സ്നാപകനും യേശുവും ഒക്കെ കസിൻസാണ്. അപ്പൊ കുഞ്ഞിലെ പരിചയമുള്ള, പക്ഷെ അസൽ പരിചയം ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അതല്ലേ യേശുവിനെ പരിചയപ്പെടുത്തിയ ആദ്യത്തെ വാക്ക് അല്ലേ? യേശു സ്നാനപ്പെടാൻ വന്നപ്പോ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞതല്ലേ, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അന്ന് ഈ വാക്ക് കേട്ടവനാണ് ഈ യോഹന്നാൻ. അന്ന് അവൻ തീരുമാനിച്ച് ഞാനും കൂടെ പോവും. അല്പം കഴിഞ്ഞ് ഇവൻ ജോലിയും ചെയ്തുകൊണ്ട് ഇന്നപ്പോ ഒരു ദിവസം കടൽ തീരത്തി എന്നും വെച്ച് പറഞ്ഞ് എൻ്റെ കൂടെ പോരാൻ പറഞ്ഞു. ഒന്നും ആലോചിച്ചില്ല. പിന്നെ സ്തോത്രം, അടുത്ത ആഴ്ച വരാമെന്ന് പറഞ്ഞില്ല. അപ്പൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൻ്റെ കൈ പടവും കൊടുത്ത് വലയും കൊടുത്തു വെച്ച് പറഞ്ഞ് ഞാൻ പോവാന്ന് പറഞ്ഞു. അന്ന് ഇവൻ്റെ കൂടെ കൂടിയതാണ്. പിന്നെ തിരിച്ചു പോകാൻ ഇഷ്ടം തോന്നിയില്ല. പോയില്ല, അവൻ ഒരിക്കലും പോയില്ല. ദിവസം അവൻ്റെ കൂടെ താമസിച്ചു. ആ ബന്ധം ഭയങ്കര അടുത്ത ബന്ധമായി. ബാക്കി ശിഷ്യന്മാർക്ക് ഇല്ലാത്ത ബന്ധം ഇവനുണ്ടായി. യേശുവായിട്ട് ഏറ്റവും അടുത്ത ഇവനാണ്. വിസ്തരിക്കുന്ന നേരം താൻ കൂടെ ഒന്ന് കേട്ടു. തൻ്റെ ഉള്ളം പൊട്ടുന്നുണ്ട്. തന്നെ ദണ്ഡിപ്പിക്കുന്ന നേരം ഇവൻ കൂടെ വന്നു. അടിക്കുന്ന നേരം ഇവൻ കൂടെ വന്നു. ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോ ആ ക്രൂശിനരികെ ഇവൻ അവിടെ അടുത്ത് നിൽപ്പുണ്ട്. അവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ കേൾക്കുന്നത് തൊട്ടി ചോട്ടി നിൽപ്പുണ്ട്. അവിടെ കൂടെ നിൽക്കാൻ അപൂർവം ചില സ്ത്രീകളും ഈ ഒരാളും ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരുമില്ലായിരുന്നു. അത്രയ്ക്ക് അടുപ്പമുള്ളവൻ. ഈ മനുഷ്യപുത്രന്റെ ശുശ്രൂഷയുടെ തുടക്കം മുതൽ അവസാനം വരെ കൂടെ കണ്ടവനാണ് ഇവൻ. മനുഷ്യപുത്രൻ നന്നായി പരിചയമുള്ളവൻ. ഞാൻ പറഞ്ഞില്ലേ, മൊത്തം കൂടെ നിന്ന് കണ്ടവൻ. പക്ഷെ ഇപ്പം ആ വേഷത്തിലല്ല കാണുന്നത്. കുറെ നാളിന് മുമ്പ് കണ്ട വേഷമാണ് ഞാൻ പറയുന്നത്. ഇപ്പോ മനുഷ്യപുത്രനെ ദൈവം ഒന്ന് കാണിച്ചു കൊടുക്കുന്നു. കാണിച്ചു കൊടുത്ത വേഷം എന്താണ്? 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. എന്താണെന്നോ അതിന്റെ അർത്ഥം? 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ. വെൽ, ഓഫ് കോഴ്സ് അത് അവർക്ക് പരിചയമുള്ള ചിത്രമാണ്. അവർക്ക് പരിചയമുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ അവരുടെ ദൈവാലയത്തിൽ ഒരു നിലവിളക്കുണ്ടായിരുന്നു. ദൈവാലയത്തിനകത്ത് വെളിച്ചം കൊടുക്കാൻ ഒരു നിലവിളക്ക്. ഇന്നത്തെ നമ്മുടെ സമ്പ്രദായം അല്ല. ജനലും വാതിലും എല്ലാം ഉള്ള സമ്പ്രദായമല്ല അവരുടെ ദേവാലയം. അങ്ങനെ ജനലുകൾ ഉണ്ടായിരുന്നില്ല, വാതിലുകൾ ഉണ്ടായിരുന്നില്ല. അവിടെ തീർത്തും കർട്ടനിട്ട് മറച്ചിരിക്കുകയാണ്. അവിടെ വെട്ടം കയറാൻ ഒരു വഴിയില്ല. അതിനുപയോഗിച്ചിരുന്നത് ഒരു നിലവിളക്കാണ്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ അതിനെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇപ്പം നമ്മൾ എടുക്കുന്നില്ല. പശ്ചാത്തലം ഞാൻ പറയാം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ. അത് അവിടുത്തെ കാര്യം. ദേവാലയത്തിൽ വെട്ടം കിട്ടാനുള്ള ഉപകരണം നിലവിളക്കായിരുന്നു. ഇവിടെ 7 പൊൻനിലവിളക്ക്. മറ്റൊരു ഒരു നിലവിളക്കിന് 7 കവര്. ഇവിടെ 7 പ്രത്യേക നിലവിളക്ക്. എന്താണ് അതിന്റെ അർത്ഥമെന്ന് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം പറഞ്ഞിട്ടുണ്ട്. 1:20. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. 7 നിലവിളക്ക് 7. എന്തിനാണ് വിളക്ക്? വിളക്ക് എന്തിനാണ്? ഇരുട്ടത്ത് വെളിച്ചം കൊടുക്കാനാണ് വിളക്ക്. ഇവിടെ യേശുക്രിസ്തുവിന്റെ സഭ എന്തിനാണ്? വിളക്കാണത്. ദേശത്തിന് വെട്ടം കൊടുക്കാൻ. ദേശത്തിന് അസൽ വെട്ടമില്ല. സൂര്യന്റെ വെട്ടം ഉണ്ടെങ്കിലും
എവിടോട്ടാ പോകുന്നത് എന്ന് മനുഷ്യനറിയത്തില്ലല്ലോ. അവരുടെ നിത്യത എവിടാണെന്ന് അവർക്കറിയില്ലല്ലോ. ഇന്നത്തെ ലോകം നോക്കൂ. മനുഷ്യന് ശരിയും തെറ്റും ബോധമുണ്ടെന്ന് പറയുമ്പോൾ പോലും ശരിയും തെറ്റും മനുഷ്യനറിയാവോ? ഇന്നത്തെ സ്ഥിതി നോക്കൂ. ഈ കുറേ ദിവസങ്ങളിലെ പത്രം നിങ്ങൾ വായിക്കാറില്ലേ? ഇല്ലേ? എന്തുമാത്രം അന്യായങ്ങളെ കുറിച്ചാണ് പത്രത്തിൽ എഴുതി വിട്ടിരിക്കുന്നത്. അഴിമതി എന്ന് പറയുന്നതിന്റെ നീണ്ട പട്ടിക കുറെ ദിവസങ്ങൾ അങ്ങോട്ട് അഴിച്ചിട്ടല്ലോ. സർക്കാർ തലത്തിലെല്ലാം. സത്യം അറിയാമെന്ന് പറയുന്നെങ്കിലും അറിയാമോ? അറിയുമെങ്കിൽ ഇത് കാണിക്കില്ലല്ലോ. ഇരുണ്ട മനസ്സല്ലേ. കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ യൗവനക്കാരുടെ ജീവിതം അങ്ങോട്ട് നിരത്തിയല്ലോ. കൊച്ചു കുട്ടികളുടെ പള്ളിക്കുത്തി പഠിക്കുന്ന പിള്ളേരുടെ തൊട്ടങ്ങോട്ട് നിരത്തിയല്ലോ. അറിയാമോ സത്യം? വഴി അറിയാമോ അവർക്ക്? അറിയാമെങ്കിൽ ഈ വഴിക്ക് പോവില്ലായിരുന്നല്ലോ. ഈ ഇരുട്ട് നിറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അസൽ സത്യം, ശരി വെളിച്ചം ദൈവമാണ്. ദൈവം എന്ന വെളിച്ചം കൊടുക്കാൻ ദൈവം കത്തിച്ച ദീപമാണ് ദൈവത്തിന്റെ സഭ. ഭൂമിയിൽ ദൈവത്തിന്റെ വെളിച്ചം കൊടുക്കേണ്ടതാണ് ദൈവത്തിന്റെ സഭ. സഭ എന്ന് ഞാൻ പറഞ്ഞൊരു സംഘടനയല്ല, വേദപുസ്തകം പറഞ്ഞൊരു സംഘടനയല്ല. സഭ എന്നത് ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുള്ള ഒരു യൂണിറ്റ് അല്ല. യൂണിറ്റ് ഉണ്ട്, അതല്ല സഭ. സഭ എന്ന വാക്കിന്റെ ഏറ്റവും ലളിതമായ അർത്ഥം സംഘം. ഏതെങ്കിലും പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ഒരു സംഘത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. സഭ എന്ന വാക്ക് എക്സ്ക്ലൂസീവ്ലി ക്രിസ്തു സഭയുടെ മാത്രം വാക്കല്ലെന്ന്. ഇന്ന് പലതിനും സഭയെന്ന് വിളിക്കുന്നുണ്ട്. വെള്ളാള സഭയെന്ന് വിളിക്കുന്നില്ലേ? വേറെ എന്തെല്ലാം സഭകളുണ്ട്. സഭ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ലേ, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽപ്പെട്ട ഒരു സംഘത്തെയാണ് സഭ എന്ന് വിളിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സഭയെന്ന് വിളിച്ചാൽ യേശുക്രിസ്തുവിന്റെ കൂടെ പോകുന്ന ആളുകളുടെ സംഘം. കൃത്യം യേശുവിന്റെ കൂടെ തന്നെ പോകാൻ തീരുമാനിച്ച ആളുകളുടെ സംഘമാണ് യേശുക്രിസ്തുവിന്റെ സഭ. അത് വ്യക്തികൾ ഉൾപ്പെട്ടതാണ് സഭ. അങ്ങനെ കൃത്യം പോകുന്നവരാണ് സഭ. അതിനകത്ത് വേറെ കുറെ പേര് അങ്ങനെ പോകാത്തവരായിട്ട് കൂടിയെങ്കിൽ അവർ ഈ കൂട്ടത്തിന്റെ ആളുകളല്ല. അവർ കമ്മ്യൂണിറ്റിയുടെ ആളുകളാണ്, പക്ഷെ സത്യസഭയുടെ ആളുകളല്ല. കൃത്യം ക്രിസ്തുവിന്റെ കൂടെ പോകുന്ന ആ ആളുകൾ, അവർ ദൈവത്തിന്റെ വെളിച്ചം അകത്ത് കിട്ടിയവരാണ്. വെളിച്ചം കിട്ടിയവരെന്ന് മാത്രമല്ല, അവർ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹം നമ്മള് വെളിച്ചായിരിക്കണം. നമ്മൾ നടന്നാൽ നാട്ടുകാർ വെളിച്ചം കാണണം. അവർ പിന്നെ ഇരുട്ടിൽ നടക്കാൻ പാടില്ല. കണ്ടില്ലേ, ഇരുട്ടത്ത് ഒരു വെളിച്ചം അവിടെ കൊണ്ടുവന്നാൽ അത്രയും ദേശത്ത് ഇരുട്ട് മാറിയില്ലേ? ഇല്ലേ? കുരുടനല്ലേ പിന്നെ കാണാതിരിക്കുള്ളൂ. വെളിച്ചം വന്നാലും കുരുടന് കാണാൻ പറ്റില്ല. ബാക്കി കണ്ണു തുറപ്പ് നിൽക്കുന്ന ഏത് മനുഷ്യനും വെട്ടം കാണണം. നമ്മളെ കണ്ടാൽ ദേശം ദൈവത്തെ കാണണം. അതിനാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. അല്ല നമ്മുടെ കാര്യം കണ്ട് ദൈവത്തെ ഉപയോഗിച്ച് രോഗസൗഖ്യവും കിട്ടി കാശും വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കാൻ അതിനല്ല നമ്മളെ കണ്ടിരിക്കുന്നത്. വെളിച്ചം കൊടുക്കാൻ. എന്ന് മാത്രമല്ല, ഇതിനെ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് എന്ത് നിലവിളക്കെന്നാ പറഞ്ഞിരിക്കുന്നത്? പൊന്നിലവിളക്ക്. പൊന്നിലവിളക്ക്. നിങ്ങൾ ദൈവത്തിന്റെ ആലയം നോക്കൂ. ദൈവത്തിന്റെ പഴയ നിയമത്തിലെ ആലയം മൊത്തം പൊന്നുകൊണ്ടുണ്ടാക്കിയതാണ്. മുഴുവൻ പൊന്നല്ലാതെ ഒരു വക ദേവാലയത്തിനകത്ത് വേറെ ഉണ്ടെങ്കിലും സാധനങ്ങളെല്ലാം പൊന്ന് പൊതിഞ്ഞതാണ്. എന്താ ചിത്രം എന്നറിയാവോ? പൊന്ന് സാധാരണക്കാരന്റെ വകയല്ല. സാധാരണക്കാരൻ ഒരിച്ചിരി ആഭരണത്തിനോ വല്ല ഒരിച്ചിരി ഉപയോഗിക്കുന്നല്ലാതെ വീട്ടിലെ സാധാരണ ആവശ്യങ്ങൾക്ക് നിങ്ങൾ പൊന്നാണോ ഉപയോഗിക്കുന്നത്? വീട്ടിൽ പൊൻപാത്രമാണോ ഉള്ളത്? പൊന്നുകൊണ്ടുള്ള മേശയാണോ ഉള്ളത്? അല്ലല്ലോ. അതൊക്കെ രാജാവിനുള്ളതാ. ശരിക്കും പറഞ്ഞാലേ ഈ പൊന്ന് ദൈവത്തിനുള്ളതാ. ദൈവത്തിന്റെ ആവശ്യത്തിന് ഉണ്ടാക്കി വച്ചിരിക്കാതെ. ആക്ച്വലി ഇത് ദൈവത്തിന്റെ വകയാണ്. ഇറ്റ് സ്പീക്സ് ഓഫ് ഡിവിനിറ്റി. ഈ സഭ, ദൈവത്തിന്റെ ആളുകൾ എന്നൊക്കെ പറയുന്നത് കുറെ മനുഷ്യരുടെ ഒരു കൂട്ടമല്ല. ഇറ്റ്സ് പ്യൂർലി ഡിവൈൻ. പ്യൂർലി എൻറ്റയർലി ഡിവൈൻ. ഞാനും മനുഷ്യനല്ലയോ എന്നൊരു ദിവസം ഒഴിവ് കഴിവ് പറയാനുള്ളതല്ല ദൈവത്തിന്റെ ആളുകൾ. അങ്ങനെ പറയുന്നത് വല്ലതും കുഴപ്പം കാണിച്ച് നമ്മളെ പിടിക്കുമ്പോഴാണ് പറയുന്നത് ഞാൻ പൊങ്ങ ദൂതനാണോ, ഞാനും മനുഷ്യനല്ലയോ എന്നൊക്കെ പറയുന്നത്. അങ്ങനല്ല ദൈവത്തിന്റെ ആളുകൾ. നിങ്ങളെ പുതുതായി ജനിപ്പിച്ചില്ലേ? അന്ന് ജനിച്ചപ്പോ എങ്ങനെയാ ജനിപ്പിച്ചെന്നറിയാമോ? ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ എന്നല്ലേ പറയുന്നത്. തനി രൂപത്തിലല്ലേ സൃഷ്ടിച്ചത്. അറിയാമോ? റോമാലേഖനം 8:29 എന്താ വാക്യം എന്നറിയാവോ?
നമ്മളെ വിളിച്ചിരിക്കുന്നത് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ, സ്വരൂപത്തോട് തനി രൂപത്തോട് അനുരൂപരാകാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി ഡിഫൈൻഡ്. ഇറ്റ് ഈസ് നോട്ട് എ ഗ്രൂപ്പ് ഓഫ് വീക്ക് ഫ്രെയിൽ human beings. It's a group of people redeemed by the blood of Jesus Christ, transformed completely into the image of God. They are divine. ബലഹീന മനുഷ്യരുടെ, തെറ്റുകാരുടെ ഒരു സംഘമല്ല സഭ. ബലഹീനതയും തോൽവിയും പറയുന്നവരുടെ സംഘമല്ല സഭ. ദൈവത്തിന്റെ തനിരൂപം ഇതിനകത്താക്കി പരിശുദ്ധാത്മാവിനാൽ മൊത്തം പുതുക്കപ്പെട്ട് ദൈവം നിറഞ്ഞിരിക്കുന്ന ഒരു സംഘമാണ് ദൈവത്തിന്റെ സഭ. സ്തോത്രം. യേശു നിൽക്കുന്നത് അതിന്റെ നടുവിലാണ്. നിങ്ങൾ യേശുവിന് എന്ന സ്ഥാനം കൊടുക്കും? ആലോചിച്ച് നോക്കും. യേശു സെൻട്രലായിട്ട് നിൽക്കുള്ളൂ. ഒരു മൂലയ്ക്ക് ഒരു സ്ഥലം കൊടുത്താൽ യേശു വരില്ല. അറിയില്ലേ, പല വീട്ടിലും ബോർഡിരിപ്പില്ലേ, എന്താണ് ക്രിസ്തു വീടിന്റെ നായകൻ. ബാക്കി പറഞ്ഞു വരുമ്പോഴോ ഗസ്റ്റ് അറ്റ് എവറി മീൽ, സൈലന്റ് ലിസണർ ടു എവറി കോൺഗ്രിഗേഷൻ. ഡോണ്ട് സ്പീക്ക് ഗോഡ് ഹിയർ, ജസ്റ്റ് ലിസൺ. അല്ലേ, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? I will speak, God, you simply listen. Don't speak here. അല്ലേ? നിങ്ങൾ വിചാരിക്കുന്ന അതിഥിയായിട്ട് നിങ്ങൾ തിന്നുമ്പോ വന്ന് മേശപ്പുറത്തിരുന്ന് നിങ്ങൾ കൊടുത്ത തിന്നാൻ വന്നിരിക്കുന്ന ആളാണ് ദൈവം എന്നാണോ നിങ്ങളുടെ ധാരണ? നിങ്ങൾ പറയുന്ന മുഴുവൻ കേൾക്കാൻ വന്നിരിക്കുന്ന കേൾവിക്കാരനാ ദൈവം എന്നാണ് നിങ്ങളുടെ ധാരണ? എന്റെ പൊന്നു സുഹൃത്തെ, യേശു അതിന് വരില്ല. യേശു വരണോ? give him the central place. His rightful place is the central place. He should be the key figure, the central figure of your life, your family and the church. Amen. സഭയിൽ കേന്ദ്ര സ്ഥാനത്തെ യേശു വരൂ. അവിടുത്തെ മെയിൻ ഫിഗർ യേശുവാണ്. എല്ലാരും കാണേണ്ട രൂപം യേശുവിന്റെ രൂപമാണ്. എല്ലാവരും കേൾക്കേണ്ട ശബ്ദം യേശുവിന്റെ ശബ്ദമാണ്. വേറൊരാളുടെ ഭരണത്തിന് വിധേയപ്പെട്ടു പോകുവാൻ യേശു വരില്ല. യേശു ആരുടെ സഭ? അവന്റെ സഭയാണ്. അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ഇത് കേവലം മനുഷ്യരുടെ സംഘമല്ല. നിങ്ങൾ സംഘം ചേർത്ത് തീരുമാനിക്കുന്ന നിങ്ങളുടെ ജനാധിപത്യം കേൾക്കാൻ യേശുവിടെ വരില്ല. അവൻ ഭരിക്കും, അവൻ പറയും. അതിന് കേൾക്കാൻ, അതിന് വിധേയപ്പെടാൻ തയ്യാറായവരുടെ സംഘമാണ് ദൈവത്തിന്റെ സഭ. That's it. Hallelujah. അതാണ് ഇവിടുത്തെ റോൾ. അതിന്റെ മുഴുവൻ കൺട്രോൾ അവന്റെ പക്കലാണ്. അങ്ങനെ അതിന്റെ കേന്ദ്ര സ്ഥാനത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നതാണ് നാം കാണുന്നത്. ഓക്കെ, മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. ഇനി യേശുവിനെയാണ് ഇവിടെ കാണുന്നത്. അതിന്റെ ഒരു ഇച്ചിരി കാര്യം പറയാം. യേശുവിനെ കാണുന്നു എന്ന് പറയുമ്പോഴേ, യോഹന്നാൻ പണ്ട് കണ്ട ആളല്ലിത്. അതാളാണ്, പക്ഷേ ഭാവമെല്ലാം മാറിയിരിക്കുന്നു, രൂപമെല്ലാം മാറിയിരിക്കുന്നു. എന്താ രൂപമെന്നോ? എൻ്റെ ഭാഷയ്ക്ക് ഞാനങ്ങ് പറയാം. ഭൂമിയിൽ വന്നപ്പോ വേഷപ്രച്ഛന്നനായിട്ടാണ് വന്നത് ഞാൻ പറയും. തനി രൂപം എടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ രൂപം എടുത്തു. ആളുകളെ കളിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെ രൂപം എടുത്തത്. പിന്നെ യേശുവിന്റെ തനി രൂപത്തിൽ വന്നാൽ അഖിലാണ്ടത്തിൽ ഒരുത്തിന് പരിസരത്തിൽ എല്ലാം പറ്റില്ല. സ്തോത്രം. യേശു കോഴിക്കോട്ട് ഇറങ്ങിയാൽ കണ്ണൂർ ഒരുത്തിന് നിൽക്കാൻ പറ്റില്ല. എന്തൊരു വെളിച്ച! സൂര്യൻ താഴോട്ടൊന്ന് ഇറങ്ങി വരട്ടെ, നിൽക്കും അവിടെ കാണാം. ഈ സൂര്യനേക്കാൾ എന്തോ ഒരു ഭയങ്കര ശോഭയാണെന്നറിയാം അവിടത്തേക്ക്. ആമേൻ. അതുകൊണ്ട് അഖിലാണ്ടത്തിൽ ആരെങ്കിലും ഒരാൾ അടുത്ത് ചെല്ലണമെങ്കിൽ നമ്മളെ പോലെ ഒരാളായിട്ട് വന്നേ നോക്കുള്ളൂ. അത് നമ്മുടെ കൂട്ടത്തിൽ ഒരു വലിയ മോലാളിയെ പോലെ വന്നിരുന്നെങ്കിൽ പിന്നെ സാധാരണക്കാരനെ എല്ലാം പറ്റുമോ? അത് നോക്കത്തില്ലല്ലോ. അതുകൊണ്ട് മോലാളിയായിട്ടും വന്നില്ല. രാജകൊട്ടാരത്തിലും ജനിച്ചില്ല. രാജകൊട്ടാരത്തിൽ ജനിച്ചാൽ വലിയ പ്രഭുക്കന്മാർക്ക് അടുത്ത് ചെല്ലാൻ പറ്റുള്ളൂ, ഓർഡിനറിക്ക് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ ജനിച്ചു. സ്തോത്രം. കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ അദ്ദേഹത്തെ പോയി കാണാൻ അപ്പോയിന്റ്മെന്റ് എടുക്കണോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ വല്ലോ? ഹല്ലേലൂയ.
ആ മഹിമ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സാധാരണക്കാരനെ പോലെ നടന്നു. അപ്പൊ ആർക്കും ചെല്ലാമല്ലോ. അല്ല, യേശുവിന്റെ ജീവിതം നോക്കൂ. വഴിയായിരിക്കുന്ന ഭിക്ഷക്കാരന് ബോധം, അവൻ നിലവിളിച്ച യേശു കേൾക്കുന്നു. കാശൊന്നും ഇല്ലാത്ത, ഉണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നു പോയ രോഗിണിയായ സ്ത്രീക്ക് ബോധ്യം, റിയലി പറഞ്ഞാൽ അവരുടെ മതം അനുസരിച്ച് അവള് പോയി ഉടുപ്പ തൊട്ടുകൂടാ, തൊട്ടാൽ അത് സംഗതിയാവും, കുഴപ്പമാണ്. അവരുടെ മതം അങ്ങനെയാണ്. ആ പർട്ടിക്കുലർ രോഗത്തിന് പരസ്യമായിട്ട് വന്നുകൂടാത്ത രോഗമാണ്. ആരെങ്കിലും തൊട്ട അയലെ കൂടെ അശുദ്ധനാക്കുന്നതാണ്. എന്നാൽ അവൾക്കും ബോധം, അതിന്റെ നടുവിലും അവളെ കൈക്കൊള്ളാൻ യേശു തയ്യാറാണ്. ആർക്കും അറിയാൻ മേലാത്തത് ഞാൻ ചെന്ന യേശു സ്വീകരിക്കുമെന്ന് ആർക്കും അറിയാമായിരുന്നു. കുറെ പണക്കാര് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരുന്ന അവർ ചെന്നില്ലെന്നല്ലാതെ അഖിലാണ്ടത്തിൽ ഏത് മനുഷ്യനും ചെല്ലാൻ പറ്റുമെന്ന ബോധമുണ്ടാകേണ്ടതിന്, ഏത് മനുഷ്യനെയും രക്ഷിക്കേണ്ടതിന് ജഡമെടുത്ത് താണിറങ്ങി വന്നു. അല്ലാതെ വലിയ ആളായിട്ട് വരാൻ മേലാഞ്ഞിട്ടല്ല, അത് മാറ്റിവെച്ച് എന്നെയും നിങ്ങളെയും ഇവിടുത്തെ ഏത് താണവനെയും ഓർത്തപ്പോ ദൈവം അങ്ങനെ താണുവന്നാണ്. പക്ഷെ ഇപ്പൊ കാണുന്ന ആ വേഷത്തിലല്ല. വേഷം എല്ലാം മാറി. എന്ത് വേഷം മാറിയെന്നോ വേഗം പറയാം. ദൈവം അവനെ ഉയർത്തി. എഫേസ്യ ലേഖനം 1:20-21 അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. പരിശുദ്ധാത്മാവ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, പുസ്തകം നോക്കിക്കോളൂ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ അവനെ കൊണ്ടുപോയി ഇരുത്തി. യേശുവിന്റെ കാര്യം പറയാണ്. സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തി. എവിടെ ഇരുത്തി? ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുത്തി. ബാക്കി എന്ത്? വാഴ്ചകൾക്ക് മീതെ, അധികാരങ്ങൾക്ക് മീതെ, കർത്തൃത്വങ്ങൾക്ക് മീതെ. ഈ ലോകത്തിൽ മാത്രമല്ല, ഇനി ഒരു കാലമുണ്ടായി. നിങ്ങൾക്കറിയാവുന്ന വലിയ വലിയ കാര്യങ്ങൾ പറയൂ. ശക്തിയുടെ കാര്യം, വലിപ്പത്തിന്റെ കാര്യം, ഭരണത്തിന്റെ കാര്യം, ആധിപത്യത്തിന്റെ കാര്യം എല്ലാം വിളിച്ചു പറയൂ. അതിന്റെയും അത്യന്തം മീതെ ദൈവം ക്രിസ്തുവിനെ കൊണ്ടുപോയി ഇരുത്തി. എല്ലാം അവന്റെ കാൽ കീഴാക്കി വെച്ചു. അധികാരത്തിന്റെ കീഴിലാക്കി വെച്ചു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ചവിട്ടി വെച്ചിരിക്കുകയാണ്. അഖിലാന്തെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം അനങ്ങണമെങ്കിൽ അവൻ കാലത്ത് മാറ്റി കൊടുക്കണം. അത്രയ്ക്ക് അധികാരത്തിൽ കൊണ്ടുവച്ചു. പക്ഷെ അങ്ങനെ വലിയൊരു ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? സർക്കാരിന് മേളിലാണ് യേശു എന്ന് പറഞ്ഞാൽ വല്ലവരും വിശ്വസിക്കുമോ? വിശ്വസിക്കത്തില്ലല്ലോ. അങ്ങനെ ആരും കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ ഇരുത്തിയിരിക്കുക. നിങ്ങളുടെ കണ്ണ് കാണുന്നില്ല, പക്ഷെ അങ്ങനെ ഇരുത്തിയിരിക്കുക. ഹല്ലേലൂയ. അത് നമ്മളത് കാണാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണിത്. സാറിന് അങ്ങനെ ആരും കാണുന്നില്ലല്ലോ. അതുകൊണ്ടാണ് പല കാര്യം വരുമ്പോൾ നമുക്ക് വെപ്രാളം വന്ന് പേടി വരുന്നത്. വീട്ടുകാർ വിരട്ടിയാൽ നമ്മൾ വിരുണ്ടു പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നൊരു പ്രശ്നം ഉണ്ടായ ഉടനെ നമ്മൾ പേടിച്ചു പോകുന്നത്. ആരാണ്ടൊക്കെ പീഡയെന്ന് പറയുന്ന നമ്മൾ വിരുണ്ട് മാളത്തിൽ ഒളിക്കുന്നത്. ഇതൊക്കെ ആ ആളിന്റെ വലിപ്പം കാണാഞ്ഞിട്ടാണ്. ദൈവം അവനെ കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്ന സ്ഥാനം കണ്ടാൽ നിങ്ങളെ പിന്നെ കുലുക്കാൻ അഖിലാണ്ടത്തിലൊരു സാധനത്തിന് സാധിക്കില്ല. ഒരു സാധനമല്ല, അഖിലാണ്ട ഒന്നിച്ചിളകി വന്നാൽ നിങ്ങൾ നിന്നുകൊണ്ട് വിളിച്ചു പറയും, മലയിളകട്ടെ, കുന്നുകൾ ഇളകട്ടെ, പർവ്വതങ്ങൾ ഇളകട്ടെ, സമുദ്രം ഇളകി അതിന്റെ മണ്ടക്കോട്ട് വന്നു വീണത് എല്ലാം കൂടെ എടുത്തുകൊണ്ട് കൊണ്ടുപോകട്ടെ, എന്റെ കാൽക്കീഴിന്ന് ഭൂമി മുഴുവൻ പോകട്ടെ, എന്നാലും ഞാൻ കുലുങ്ങില്ലെന്ന്. അതിന്റെ ഒരു സംവിധാനമാണ്. നിങ്ങൾ നിൽക്കുന്ന ഭൂമി നിങ്ങളുടെ കാൽക്കീഴിൽ നിന്ന് കൊണ്ടുപോയാലും നിങ്ങൾ കുലുങ്ങുകയല്ലെന്ന് പറഞ്ഞാൽ അതൊരു തരം ഫൂളിഷ്നെസ് അല്ലേ? സാധാരണ അങ്ങനെയല്ലേ പറയുള്ളൂ, അല്ലേ? നിങ്ങളുടെ കാൽക്കീഴിൽ നിന്ന് ഭൂമി പോയി, നിങ്ങൾ എവിടെ നിൽക്കുന്ന ഈ പറയുന്നത്? സങ്കീർത്തനക്കാരനോട് ചോദിച്ചാൽ സങ്കീർത്തനം പറയും. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നറിയോ? എന്റെ ദൈവം മേളിയിരിക്കുന്നു, അവൻ്റെ കൈക്ക് പിടിച്ചിരിക്കുകയാണ്, ഞാൻ കൈ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്, പിടിച്ചിരിക്കുകയാണ്. ഓൾറൈറ്റ്, എന്റെ കീഴിൽ നിന്ന് ഭൂമി അങ്ങ് പോയി. സംഭവം എന്ത് സംഭവിച്ചു? അവൻ എന്നെ കൈക്ക് പിടിച്ചിരിക്കല്ലേ. അപ്പൊ ഞാൻ എവിടെ ഒലിച്ചു പോകുന്ന നിങ്ങളീ പറയുന്നത്? എന്നെ എവിടെ മൂടിക്കളയുമെന്നാ നിങ്ങളീ പറയുന്നത്? അവന്റെ കൈക്ക് പിടിക്കും, ഞാൻ മാപ്പോട്ടം കയറും. പിന്നെ ഭൂമി ഉണ്ടായി വരുമ്പോ എന്നെ അവിടെ കൊണ്ട് നിർത്തും. ഇല്ലാത്ത സാഹചര്യത്തിൽ എന്നെ നിർത്താൻ കഴിവുള്ള ദൈവം എനിക്കുണ്ടെന്ന് അറിയണ്ടേ? അത് അവനെ കുറിച്ചുള്ള ബോധം വേണ്ടേ? തന്റെ ഇടത്തോടെ ദൈവത്തെ സേവിക്കണോ? വെളിപ്പാട് ദിവസം പഠിക്കണം. അവനെ കാണണം, ക്രിസ്തുവിനെ അവന്റെ മഹത്വത്തിൽ കാണണം. ബാക്കി നിങ്ങൾ ഒരുപാട് കാര്യം നോക്കുമ്പോ കാര്യങ്ങളെല്ലാം കേട്ടും വെച്ച് കൊള്ളാമെന്ന് തോന്നുമ്പോ ഹല്ലേലൂയ, എല്ലാം വെരി ഗുഡ്. സംഗതി എല്ലാം തെറ്റി വരുമ്പോ ഒരു കടപ്പം കയറി കിടക്കും. ചിലർ ഈ പണിയും വിട്ടും വെച്ച് വേറെ പൊക്കളെ. അത് കാണാതിരിക്കാൻ, അത് സംഭവിക്കാതിരിക്കാൻ ദൈവപുത്രനെ തന്റെ മഹത്വത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. മനുഷ്യപുത്രൻ സദൃശനായവനെയും കണ്ടു. അവനൊരു ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. എന്താണ്? നിലയങ്കി ധരിച്ച്, പുരോഹിത വസ്ത്രം, പിന്നെ മാറത്ത് പൊൻകച്ച,
ഭയങ്കര കുടുംബസ്ഥൻ, സകല കുടുംബത്തിന് പേർ വരാൻ കാരണക്കാരൻ. ഞങ്ങളുടെ കുടുംബത്തിന് മോശമായിപ്പോയി നീ സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അയ്യോ യേശുവിന്റെ കുടുംബം പരിചയമില്ല. നിങ്ങൾക്ക് യോസഫിന്റെ കുടുംബം പരിചയമുണ്ട്, പക്ഷെ യേശുവിന്റെ കുടുംബം പരിചയമില്ല. യേശുവിന്റെ കുടുംബം ഏതാണെന്നറിയാമോ? എല്ലാ കുടുംബത്തെയും അവിടുന്ന് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ വലിയ പൊങ്ങച്ച, ഈ കേരളത്തിൽ കുടുംബ പൊങ്ങച്ചം ഭയങ്കര പൊങ്ങച്ചമാണ്. എന്നാ പൊങ്ങച്ചം പറഞ്ഞാലും നിങ്ങൾ ആ സകല കുടുംബത്തെയും ഉണ്ടാക്കിയവൻ വരികയാണ്. അവന്റെ കൂടെ പോകുന്നത് മോശമാണോ? ആമേൻ. ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞില്ലേ, വേഷപ്രച്ഛന്നനായ ആളെ തിരിയാഞ്ഞതാണെന്നേ, അതല്ല തനി രൂപം. ഓൾറൈറ്റ്. പിന്നെ പൊൻ കസവുണ്ടല്ലേ, പൊൻ കച്ച, ഭയങ്കര കാശുകാരനാണ്, എല്ലാം അവിടുത്തെ പക്കലുണ്ട്. ആരും പേടിക്കരുത്. ജീവിതത്തിൽ കാര്യങ്ങളൊന്ന് തെറ്റി വരുന്നു എന്ന് കാണുമ്പം വിഷമിച്ചൊന്നും പോകരുത്. എന്റെ ദൈവം സർവശക്തിയുള്ള ദൈവം. ഭൂമി അവന്റെ വക, ആകാശം അവന്റെ വക. ഇഷ്ടം പല ചരിത്രങ്ങൾ സാക്ഷാൽ ഭക്തർക്ക് പറയാനുണ്ട്. ഭൂമി തുണ നിൽക്കാതെ വന്നപ്പോ, ഭൂമിയിൽ ഒറ്റ ഒരാൾ കൈത്താങ്ങൽ കൊടുക്കാൻ കൂടില്ല എന്ന് തോന്നിയപ്പോ ദൈവം നടത്തിയ വഴികൾ പറയാൻ ഇഷ്ടം പോലെ അനുഭവസ്ഥവര് ഭൂമിയിൽ ഇന്നുമുണ്ട്. ബാക്കി അടുത്തോടെ പറയാം. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിനെ നോക്ക്, ക്രിസ്തുവിനെ കാണിക്കാണ് ഇവിടെ. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. ഞാനതൊക്കെ ഈ നാടൻ ഭാഷയ്ക്ക് അങ്ങ് പറയുകയാണ് ആദ്യം, വ്യാഖ്യാനം വരുന്നതിന് മുമ്പ്. നിങ്ങള് അത്ര തലമുടിക്കാരെ കണ്ടിട്ടുണ്ടോ? വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള, വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള എന്ന് പറഞ്ഞാലേ എന്തു പ്രായമാണെന്ന് അറിയോ? ഒരാളിനെ കണ്ടാൽ ഭയങ്കര പഴയ ആളാണ്. പ്രായം എന്ന് പറഞ്ഞാൽ ക്ഷീണമായെന്ന് ധരിക്കരുത്, ഭയങ്കര പുരാതനനായ ആളാണെന്ന്. പുരാതനായ ആളാണ്. ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 27-ാം വാക്യം. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. പുരാതനനായ ദൈവം, ചില ഭാഷാന്തരത്തിൽ ancient of days, കാലങ്ങൾക്ക് പൂർവനായവൻ, കാലങ്ങൾ ഉണ്ടായതിനു മുമ്പേ ഉള്ളവൻ. കാലങ്ങൾ കണക്ക് കൂട്ടാൻ തുടങ്ങിയത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടായതിനു ശേഷം അല്ലേ? അതിനു മുമ്പ് നിങ്ങൾ കാലം എങ്ങനെ കൂട്ടാൻ പറ്റില്ലല്ലോ. അതും ഉണ്ടായതിനു മുമ്പേ ഉള്ളവൻ. ancient of days, പുരാതനനായ ദൈവം. ആര്? സഭയ്ക്കകത്ത് വന്നു നിൽക്കുന്ന ആള്, ഇതിന്റെ മഹാപുരോഹിതൻ, പുരാതനൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ അസൽ ചിത്രീകരണത്തിൽ എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ മഹാപുരോഹിതനുണ്ടല്ലോ, സാധാരണ ജനവുമായി ഇടപഴകാൻ അനുവാദമുള്ളവനായിരുന്നില്ല പഴയ നിയമത്തിലെ മഹാപുരോഹിതൻ. എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഒരു മരണം ഉണ്ടായി, അടക്കാൻ മഹാപുരോഹിതൻ വരുവോ? അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? ഇപ്പൊ അടക്കാൻ കൂടിയ പുള്ളിയെ വേണമെന്ന് നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പണ്ടത്തെ പഴയ നിയമകാലത്ത് മഹാപുരോഹിതൻ അടക്കാൻ പോയിക്കൂടാ, പുരോഹിതനും പോയിക്കൂടാ, മരണം വീട്ടിൽ കയറിക്കൂടാ. അപ്പൊ മനുഷ്യന് ഏറ്റവും അടുപ്പം വേണ്ട സമയത്ത് ഇദ്ദേഹത്തിന് വീട്ടിൽ പോയിക്കൂടാ. ഒരു മനുഷ്യൻ മഹാപുരോഹിതനയാൾ മരിച്ചെങ്കിലേ അടുത്ത മഹാപുരോഹിതനാവുള്ളൂ, വേറൊരുത്തൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരാൾ വയസ്സിൽ എന്ന് ഇങ്ങനെ മരിക്കുമ്പോഴത്തേക്ക് വേറൊരുത്തൻ കയറുമ്പോഴും അയാൾ ഏറെക്കുറെ വയസ്സനായി. ഇയാൾ കയറുമ്പോഴേ ഇത്രയും ജനത്തെ ഒന്നിച്ച് അടുത്തറിയാനുള്ള എന്ത് സൗകര്യമുണ്ട്? അടുത്തറിയാനുള്ള സൗകര്യം ഇപ്പൊ ഇല്ലല്ലോ. ജനവുമായിട്ട് അകന്നു നീക്കണം അല്ലേ? അതല്ലേ മഹാപുരോഹിതന്റെ സ്വഭാവം, ജനവുമായിട്ട് അകന്നു നീക്കണം. അന്നത്തെ സ്ഥിതിക്ക് ഇവനോ അടുത്ത് വരാനല്ലേ ഇപ്പൊ വിളിക്കുന്നത് അല്ലേ? അടുത്ത് വരാൻ വിളിക്കുകയാണ്, ദൂരെ നിൽക്കാനല്ല. തന്നെയല്ല, ഇവൻ എത്ര പഴമക്കാരനാണ്. ഇവർ വരുന്നത് പോലെ ഒരു പുരോഹിതൻ വന്നു, ആളുകളെ ഒന്ന് അടുത്തറിയുന്നതിന് മുമ്പ് അയാൾ മരിച്ചു, അടുത്തവൻ വന്നു എന്നൊരു സ്ഥിതി അല്ലല്ലോ ഇവൻ. നിങ്ങളുണ്ടാകുന്നതിന് മുമ്പ് അവനുണ്ടല്ലോ, നമ്മുടെ അപ്പനുണ്ടാകുന്നതിന് മുമ്പ് അവനുണ്ടല്ലോ, നമ്മുടെ വല്യപ്പൂപ്പനുണ്ടാകുന്നതിന് മുമ്പ് അവനുണ്ടല്ലോ. ആ നിൽക്കുന്നവന് നമ്മളെ അറിയില്ലേ, നമ്മുടെ വീടറിയില്ലേ, നിങ്ങളുടെ കുലം അറിയില്ലേ? നിങ്ങൾ ദൈവത്തെ സേവിച്ചെങ്കിൽ അത് മുഴുവൻ അവിടുത്തെ ലിസ്റ്റിലില്ലേ? നിങ്ങളുടെ പാരമ്പര്യങ്ങൾ മുഴുവൻ അവൻ അറിയില്ലേ? നിങ്ങൾ ഇരുന്നതും എഴുന്നേറ്റതും അവൻ അറിയില്ലേ? നിങ്ങളുടെ കുടുംബ ഭാര്യം നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണമോ? ആദ്യം മുതൽ അന്തം വരെ അറിയുന്ന ഒരുത്തനാണ് ഇതിനകത്ത് നിൽക്കുന്നത് എന്ന ബോധം വന്നാൽ അതിൽ പരം എന്താ വേണ്ടിയത്? നിങ്ങളെ ആരെന്ത് മിടുക്കരാന്ന് പറഞ്ഞാലും പുതിയ ഒരു എൻവയറമെന്റിലേക്ക്, ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് പെട്ടാൽ ആർക്കാ ഒരു ബുദ്ധിമുട്ടില്ലാത്തത്? കുറച്ച് കഴിഞ്ഞെങ്കിലല്ലേ നിങ്ങൾക്കൊരു ഇണക്കം വരുവുള്ളൂ.
നിങ്ങളെ പരിചയമില്ലാത്ത ഒരുവന്റെ അടുക്കലേക്കല്ല ദൈവസഭയിൽ വരുന്നത്. ഒരു പക്ഷേ പാസ്റ്റർക്ക് നിങ്ങളെ മൊത്തം, ഒരു പക്ഷേ എന്നല്ല, ഒരു പാസ്റ്റർക്കും നിങ്ങളെ മൊത്തം അറിയാൻ കഴിയില്ല. പക്ഷെ നിങ്ങളെ മുഴുവൻ അറിയാവുന്ന ഒരുത്തനാണ് ഇതിന്റെ സത്യ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ പ്രാഗൽഭ്യത്തോടെ വന്നുകൂടെ? ദൈവസന്നിധിയിൽ വരുമ്പോൾ തുറന്ന മനസ്സോടെ വന്നുകൂടെ? ലിസൺ ടു മീ. ദൈവസന്നിധിയിൽ വന്നിട്ട് വേണ്ടത്ര ദൈവബന്ധമില്ലാതിരിക്കുന്ന എത്ര മനുഷ്യരെ കാണാം. ഉള്ളങ്ങോട്ട് തുറക്കാൻ മേലാതെ ബാക്കി പലയിടത്തും ആക്റ്റീവ് ആയിരിക്കുന്ന ആളുകൾ, എവിടെയും വർത്താനം പറയുന്നവർ, ചിരിക്കുന്നവർ, എല്ലാം ഇൻവോൾവ് ആകുന്ന ആളുകൾ ദൈവസഭയിൽ വരുമ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാതെ നിഷ്ക്രിയരായിരിക്കുന്ന ആ സ്ഥിതി കണ്ടാൽ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ഒരാളെ കാണുമ്പോൾ മുഖത്ത് നോക്കി അറിയില്ലേ തമ്മിലുള്ള അടുപ്പം? അല്ലേ? ദൂരെ നോക്കി ഇന്നും വെച്ച് നിങ്ങൾ പറയാൻ തമ്മിൽ എത്ര അടുപ്പമുണ്ടെന്ന്. തമ്മിൽ കാണുമ്പോൾ ആ ചിരി, പിന്നെ ആ ഭാവം, ഭയങ്കര അടുപ്പമാണെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കത്തില്ലേ? ഇല്ലേ? ഇല്ലെങ്കിലോ നമ്മൾ നിൽക്കുന്ന നിപ്പ് നമുക്കറിയില്ലേ? അങ്ങനെങ്കിലേ ഈ സഭയിൽ കയറി വരുന്നവൻ നിങ്ങളെ മുഴുവൻ അറിയാവുന്നവന്, പുരാതനമേ അറിയാവുന്നവൻ, നല്ല സന്തോഷത്തോടെ കയറി വരണ്ടേ, ആവേശത്തോടെ കയറി വരണ്ടേ, മുഴു ഹൃദയത്തോടെ കയറി വരണ്ടേ? അപരിചിതമായ ഒരിടത്തിരിക്കുന്നത് പോലെയാണോ അവന്റെ സന്നിധിയിൽ ഇരിക്കേണ്ടത്? മുഴു ഹൃദയത്തോടെ, മുഴു വികാരത്തോടെ, മുഴു സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കേണ്ട ഇടമാണ് എന്നിതൊന്ന് തിരിച്ചറിയണ്ടേ? ഹല്ലേലൂയ! ഉള്ളം തുറക്കാൻ പറ്റിയ ഒറ്റ ഒരിടം ഉണ്ടെങ്കിൽ അത് ദൈവസന്നിധിയാണ്. ഉള്ളത് മുഴുവൻ തുറന്നു പറയാൻ പറ്റിയ ഒരിടമുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയാണ്. ബാക്കി നിങ്ങൾ എവിടെ തുറന്നു പറഞ്ഞാലും നിങ്ങൾ ചിലപ്പോൾ പൂട്ടിലായെന്ന് വരും. നിങ്ങൾക്കൊരു തോൽവി ഉണ്ടായത് നിങ്ങൾ തുറന്നു പറഞ്ഞാൽ യു ആർ ഇൻ ട്രബിൾ. മനുഷ്യന്റെ മുമ്പ് യു ആർ ഇൻ ട്രബിൾ. കൂട്ടായിരിക്കുമ്പോ നിങ്ങളുടെ കാര്യമെല്ലാം കേട്ടു, കൂട്ടൊരു ദിവസം തെറ്റുമ്പോ നിങ്ങളെ വിൽക്കും. എന്നാൽ ഒരു കാലത്തും ഉള്ളത് തുറന്നു പറഞ്ഞാൽ, തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ വിൽക്കാത്ത ഒരുവൻ, നിങ്ങളെ പരിഹസിക്കാത്ത ഒരുവൻ, ഉദ്ധരിക്കാൻ തയ്യാറുള്ള ഒരുവൻ, യേശു. അത് അറിഞ്ഞു വേണം അവന്റെ സന്നിധിയിൽ കയറി വരാൻ. അതിന്റെ സന്തോഷത്തോടെ കയറി വരണം, അതിന്റെ ഉള്ളു തുറന്ന് കയറി വരണം. മാത്രമല്ല കളിച്ചോണ്ട് കയറി വരരുത്, കവളം പറഞ്ഞുകൊണ്ട് കയറി വരരുത്, വലിയ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ട് കയറി വരരുത്. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം ഒരു പെന്തിക്കോസിലെ പാസ്റ്റർ, പുള്ളിക്കാരന്റെ ജോലിയൊക്കെ ആയിരുന്നു, എന്നോട് ചോദിച്ചു, കണ്ടപ്പോ അങ്ങനെ കുടുംബത്തിന്റെ പേര് പറഞ്ഞു. ആ കുടുംബത്തെ അറിയാമോ? ഞാൻ കേട്ടിട്ട് പോലും ഇല്ല പൊന്നെ. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞപ്പോ എന്നോട് പറയാണ്, ഞങ്ങളെപ്പോലുള്ളവരെ ഒന്നും ക്രിസ്തുവിന് കിട്ടത്തില്ല. എനിക്ക് എന്റെ അകത്ത് പരമചിരി വന്നു. അപ്പൊ ആ പുള്ളി പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അയാള് ദൈവത്തിന് കിട്ടാത്ത വലിയ പുള്ളിയാണെന്ന് അയാളുടെ വീട്ടുകാര്. അയാളെ ദൈവത്തിന് കിട്ടില്ല എന്ന്. ഇയാൾക്ക് എന്തോ ഗതികേട് പറ്റി കൂടെ കൂടിയതല്ലേ ഈ വാസ്തവത്തിൽ? എന്റെ പൊങ്ങച്ചൻ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും അപ്പൻ ഒരു പുള്ളിയല്ലേ ഉള്ളൂ. നമ്മുടെ വലിയപ്പൂപ്പന്റെ കാര്യം പറഞ്ഞ പാപ്പരായിട്ട് ഇറങ്ങടാ പുറത്തൊന്നും പറഞ്ഞ് ഇറക്കി വിട്ടതല്ലേ അല്ലേ? പിന്നെ ഈ വലിയ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ഉള്ള കാര്യം ഞാൻ ചിലപ്പോഴങ്ങ് ഇച്ചിരി പച്ച കളിച്ചൊക്കെ പറയും. ആളുകൾ പുറകോട്ട് എണ്ണി പോകുമ്പോഴേ ചില വീടിനൊരു കുന്ന് കാണും. ആ കുന്നിന്റെ മണ്ടയ്ക്ക് കൊണ്ടാങ്ങളും നിർത്തും. ഇതാണ് എൻ്റെ കുടുംബം. കുറെ കൂടെ പുറകോട്ട് പോയാൽ പാതാളം കാണും. അതുകൊണ്ട് നമ്മൾ പിന്നെ പോകത്തില്ല, കുന്ന് വരുന്നിടം വരെ പോകത്തുള്ളൂ. അതല്ലേ ഇവിടുത്തെ കുടുംബങ്ങളുടെ കാര്യമെല്ലാം പറഞ്ഞാൽ എല്ലാവരും ആദാമിന്റെ മക്കളല്ലേ, അല്ലാതെ വേറെ വല്ലതും കുടുംബത്തിൽ നിന്ന് വന്ന ഒരെണ്ണമെങ്കിലും ഉണ്ടോ? എന്തൊന്നാണ് നിങ്ങൾ ഭൂമിയുടെ വലിപ്പം പറയുന്നത്? എന്ത് വലിപ്പമാണ് നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് കയറി വരുമ്പോ പൊങ്ങച്ചം പറയാതെ ഉള്ള സത്യം പറഞ്ഞ് കയറി വരണം. അല്ലാതെ കയറി വന്ന അവിടുന്ന് ചിരിക്കുമല്ലോ നിന്നെ കണ്ടിട്ട്. തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം ഉള്ള പൂർവികനായ ദൈവം. ബാക്കി അടുത്തത് എന്താണ്? അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത്. അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വന്നു കയറുന്ന ആളുകൾ പേടി തോന്നത്തൊക്കെ അങ്ങോട്ട് തീ അങ്ങ് പറക്കുന്നൊന്നുമല്ല. യേശുവിനെ ദർശനം കണ്ടിട്ട് പേടിപ്പിക്കുന്ന ദർശനം കണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ട ഉടനെ വെരുണ്ടു പോകുന്നു, ആക്കും നീട്ടി ഇങ്ങനെ കണ്ണും തുള്ളിച്ചു, അങ്ങനെ വല്ല രൂപത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യേശുവിനെ? ഇല്ലെന്നേ, അതൊന്നല്ല എൻ്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെനട്രേറ്റിംഗ് ലുക്ക്. എന്തിനേയും തുളച്ചു ചെല്ലുന്ന കണ്ണ്. അവിടുന്ന് കാണാത്ത ഒന്നും ഇല്ല. അതല്ലേ 139 സങ്കീർത്തനം പറയുന്നത്?
ഞാൻ ഇരുന്നാ നീ എന്നെ കാണും, എഴുന്നേറ്റാലും നീ എന്നെ കാണും. ഞാൻ കിടന്നാ നീ എന്നെ കാണും, ഞാൻ നടന്നാ നീ എന്നെ കാണും. എൻ്റെ വീട്ടിൽ നീ എന്നെ കാണും. അതുകൊണ്ട് എന്നെ പരിചയമുള്ള ഈ നാട് വിട്ടും വെച്ച് എന്നെ പരിചയമില്ലാത്ത നാട്ടിൽ ഞാനങ്ങ് പോവാൻ എന്ന് പറഞ്ഞാൽ അവിടെയും നീയുണ്ട്. രാത്രി നീ എന്നെ കാണും, പകൽ നീ എന്നെ കാണും. നീ എന്നെ ആരും കാണണ്ട, ഒരു മുറി അടച്ച് അതിനകത്തം കയറിയിരിക്കുകയാണ്, വെളിച്ചമൊന്നും കയറാത്ത ഇരുട്ട് മുറി കയറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാലും നീ എന്നെ കാണും. നീ അറിയാത്ത ഒരു ചിന്ത പോലെ എൻ്റെ തലയ്ക്കകത്ത് ഇല്ല. ഇതല്ലേ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്? എന്തോ ഒരു നോട്ടമാണെന്നറിയാം. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറി വന്ന ഉടൻ ഒരൊറ്റ നോട്ടം, നോക്കുമ്പോഴത്തേക്ക് അങ്ങ് അന്തരംഗം വരെ കണ്ടു. മോഡേൺ ഭാഷയെ പറയാം, നിങ്ങൾ പലരും എക്സ്റേ എടുക്കാൻ പോയിട്ടില്ലേ അല്ലേ? ഭയങ്കര പവർഫുൾ റേസ് ആണത്. പക്ഷെ നിങ്ങളുടെ കണ്ണ് കാണുന്നില്ല. പക്ഷെ പവർഫുൾ റേസ് ആണ്. നിങ്ങളുടെ ശരീരത്തെ തുളച്ചിയല്ലേ, ഏത് ഭാഗത്തിന്റെ പടം എടുക്കണോ അവിടുത്തെ പടം എടുത്തിരിക്കും. പക്ഷെ നിങ്ങൾ അറിഞ്ഞോ പടം എടുത്തെന്ന്? ആദ്യം എക്സ്റേ എടുക്കാൻ പോയ പുള്ളികൾക്കൊക്കെ അബദ്ധം പറ്റിയിട്ടില്ലേ? നമ്മളെ കണ്ട് വലിയ കാര്യം കാണും എന്ന് പറഞ്ഞിങ്ങനെ ഒരു ഫ്ലാഷ് കാണുമെന്ന് പറഞ്ഞൊക്കെ പോയതാണ്. പക്ഷെ നമ്മളെ കണ്ട് നമ്മളെ ഒന്ന് കയറി കിടത്തി വെച്ച് പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. നമ്മൾ ചോദിച്ചു കഴിഞ്ഞോ? ആ കഴിഞ്ഞു. നിങ്ങളറിയാതെ ഒരു രശ്മി നിങ്ങളുടെ ശരീരത്തിനകത്തോടെ കയറി ഇറങ്ങില്ലേ? എടുക്കേണ്ട പടം എടുത്തില്ലേ? ഇന്നത്തെ സകല ബാഗേജും, എയർക്രാഫ്റ്റ് സകല ബാഗേജും, ഈവൻ എത്ര ഇടത്ത് വേറെ ഇന്ന് എക്സ്റേ സ്ക്രീനിങ് കൊണ്ട് നിങ്ങളുടെ ബാഗേജ് അതിനകത്ത് ഒളിച്ചു വെച്ച സാധനം മുഴുവൻ പിടിക്കുന്നില്ലേ അല്ലേ? അപ്പോഴേ ഈ പള്ളിക്കകത്തോട്ട് കയറി വരുമ്പോ, ഈ പള്ളിക്കകത്തല്ല നിങ്ങൾ വീട്ടിൽ ഇരുന്നാലും ആ ഒരു കണ്ണൊരു നോട്ടം നോക്കിയാൽ കാണാത്ത വല്ല സാധനം ഉണ്ടോ? അപ്പൊ അറിഞ്ഞു വേണ്ട കേളി വരെ വല്ലോ സാധനം ഒളിച്ചു വെച്ചോണ്ട് കയറി വന്നാൽ അപ്പോഴേ പിടി വീഴില്ലേ? വരുമ്പോഴേ ഉള്ള കാര്യം തുറന്നു പറയല്ലേ, ദൈവമേ കുഴപ്പമുള്ളൊരു സാധനം ഉണ്ട്, എന്നാ പിടിച്ചോ, മതി, എനിക്കിത് മതി, ഇനി മന എനിക്ക് വേണ്ട എന്ന് പറയുന്നതല്ലേ സത്യം? അതല്ലേ കാമ്യം? കപടം ദൈവസന്ധി ഭയങ്കര മോശമല്ലേ അല്ലേ? ദൈവത്തിന് ഭയങ്കര വെറുപ്പല്ലേ? ദൈവത്തിന് ഒരു പൊട്ടനാക്കുന്ന സമ്പ്രദായം നിങ്ങൾ കാണിക്കുന്നു. സകലവ കാണുന്ന കണ്ണാണ് അവൻ്റെത്. ആമേൻ. അതിന് വേറെ ഒരർത്ഥം കൂടെ ഉണ്ടെന്നേ. നിങ്ങൾ കാണാത്ത കുഴപ്പം നിങ്ങളിലുണ്ട്, നിങ്ങളുടെ ശരീരത്തിലില്ലേ? നിങ്ങൾക്കൊരു തകരാറ് വന്നാൽ അതിന്റെ പെയിൻ ഫീൽ ചെയ്യുമ്പോഴല്ലേ നിങ്ങൾ അറിയുന്നുള്ളൂ നിങ്ങൾക്ക് തകരാറുണ്ടെന്ന്. അതുവരെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. ഇന്നത്തെ സിസ്റ്റത്തിൽ എത്ര മനുഷ്യർ ക്യാൻസർ വന്ന് മരിക്കുന്നു. പക്ഷെ മിക്ക പേരും അതിന്റെ ലേറ്റ് സ്റ്റേജിലല്ലേ അറിയുന്നുള്ളൂ, തുടങ്ങുമ്പോൾ അറിയുന്നില്ലല്ലോ. അപൂർവം ചിലരല്ലേ തുടങ്ങുമ്പോൾ അറിയുന്നുള്ളൂ. ബാക്കി മിക്കതും തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജിലല്ലേ അറിയുന്നുള്ളൂ. നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോഴേ, പെയിൻ ഫീൽ ചെയ്യുമ്പോഴേ നിങ്ങൾ അറിയുന്നുള്ളൂ നിങ്ങളുടെ തകരാറുകൾ. എന്നാൽ ഇവനോ, നിങ്ങൾ കയറി വന്ന നിങ്ങളുടെ മാംസത്തെ തുളച്ചിയില്ലെന്നാണത്, അസ്ഥിയെ തുളച്ചിയില്ലെന്ന കണ്ണുകളാണ്. അതൊരൊറ്റ നോട്ടത്തിന് അതിന്റെ തുടക്കത്തിൽ ഇതിനെ കാണുന്നവനാണ്. ഹല്ലേലൂയ. കാണുന്നവനെന്ന് മാത്രമാണോ? ഇന്നത്തെ ശസ്ത്രക്രിയകളും സമ്പ്രദായങ്ങളും എല്ലാം കേട്ടിട്ടില്ലേ? ക്യാൻസർ ട്രീറ്റ് ചെയ്യാനുള്ള റേഡിയേഷൻ കേട്ടിട്ടില്ലേ? അവ കരിച്ചു കളയാനുള്ള സമ്പ്രദായങ്ങൾ, ലേസർ ബീം ട്രീറ്റ്മെന്റ്സ് കേട്ടിട്ടില്ലേ? കത്തി കൊണ്ട് ശസ്ത്രക്രിയ ചെയ്യാതെ അകത്ത് ശസ്ത്രക്രിയ ചെയ്യാനുള്ള സംവിധാനങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇവന്റെ ഒറ്റ നോട്ടം, ഒറ്റ നോട്ടം തുളച്ച് ചെല്ലുന്നത് മാത്രമല്ല, ഏതിനെയും സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അഗ്നി വിശ്വാസത്തോടെ കയറി വന്നാൽ നിങ്ങൾ അറിയാത്ത രോഗങ്ങളുടെ മേൽ സൗഖ്യം വരുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം. പേടിപ്പിക്കുന്ന ഒരുത്തൻ മാത്രമല്ലവൻ, സൗഖ്യമാക്കുന്നവൻ, വിടുവിക്കുന്നവൻ അവനാണ് ദൈവത്തിന്റെ സഭയിലുള്ളതെന്ന് അറിഞ്ഞാൽ എല്ലാ ദിവസവും ദൈവസഭയിൽ സൗഖ്യം നടക്കണം. എല്ലാ ദിവസവും ദൈവസഭയിൽ ആരോഗ്യമുണ്ടാകണം. അതൊരു കൂട്ടം ബലഹീനർക്ക് വന്നിരിക്കാൻ സ്പെഷ്യൽ ചെയർസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഇടമല്ല. സകലർക്കും സൗഖ്യം വരുത്തുന്ന അത്ഭുതകരമായ ഒറ്റ നോട്ടം കൊണ്ട് വിടുതൽ വരുത്തുന്ന ഒരുവനാണ് അവിടെ വന്നിരിക്കുന്നത്. ബാക്കി അവന്റെ കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും എന്ന് പറഞ്ഞാൽ, ദേവാലയത്തിൽ ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ലോഹമാണ് ഓട് അല്ലെങ്കിൽ ബ്രാസ്. അത് പ്രാകാരത്തിലാണ്. പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം
അതിനെക്കുറിച്ച് വിശദീകരിക്കണം. പ്രാകാരത്തിലെ കാര്യമാണ് പുറപ്പാട് പുസ്തകം 38 അധ്യായം ബേസിക്കലി പറയുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് മൊത്തം സ്വർണം, വിശുദ്ധ സ്ഥലത്ത് എല്ലാ ഉപകരണവും സ്വർണം പൊതിഞ്ഞതും, അല്ലാതെ വേറൊരു ലോഹം അവിടെ ഇല്ല. ഈവൻ ഭിത്തി വരെ കംപ്ലീറ്റ്ലി സ്വർണ്ണമാണ്. പ്രാകാരത്തിലാണ് ഈ പറയുന്ന ബ്രാസ്, ഇതൊരു ഒരു തരം ഒരു അലോയിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓട് എന്നിവിടെ പറഞ്ഞ ഒരു അലോയിയാണ്. അത് പ്രാകാരത്തിലെ ഒരു സ്ഥിതിയാണ്. ഇവിടെ എന്താണ് പറഞ്ഞ, അവന്റെ കാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അത്രയും എന്തെങ്കിലും സാധനം പ്രാകാരത്തിൽ കാണാമോ? ഉലയിൽ ചുട്ടു പഴുപ്പിച്ച പോലെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനം പ്രാകാരത്തിൽ കാണാമോ? യാഗപീഠം അവിടെ നിരന്തരം ദിവസം നേരം വെളുക്കുമ്പോ തൊട്ട് സന്ധ്യ വരെ യാഗമാണ്. തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ താമ്ര യാഗപീഠം എന്നല്ലേ എന്നെ പറയുന്നത്. താമ്ര യാഗപീഠത്തിൽ നിരന്തരം തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ നിറം ഒന്ന് ആലോചിച്ച് നോക്കൂ, ചുട്ടു പഴുത്തിരിക്കും. അവിടുത്തെ കാൽ അതുപോലെ ഇരിക്കുന്നത്. കാൽ വേഷം കണ്ടാൽ ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. അപ്പൊ അത് യാഗപീഠത്തിന്റെ ചിത്രമാണ്. യാഗപീഠത്തിന് എന്താ പറയാനുള്ളതെന്നറിയോ? യാഗപീഠത്തിന്റെ ബേസിക് ദൂതറിയാവോ? യാഗപീഠം പറയുന്നത് ഒരു കാരണവശാലും പാപം വെറുതെ വിടത്തില്ല. ആരുടെ പാപമാണെങ്കിലും വെറുതെ വിടില്ല. അതാണ് യാഗപീഠത്തിന്റെ ദൂത്. മഹാപുരോഹിതൻ വേർപെട്ട് ജീവിക്കേണ്ടവൻ, വിശുദ്ധൻ, ഓർഡിനറി ലൈഫുമായിട്ട് ഒരു ഇടപാടുമില്ല, എക്സ്ട്രാ ഓർഡിനറി, വെരി അൺകോമൺ, അങ്ങനെയുള്ള ജീവിതത്തിൽ ജീവിക്കേണ്ട മനുഷ്യൻ. പക്ഷെ അയാൾ ദൈവസന്നിധിയിൽ പോണോ, അവിടെ ചെന്ന് യാഗം കഴിച്ചിട്ടേ അങ്ങോട്ട് കയറാവും. സഭയിലെ മൂപ്പൻ ഒരു പാപം ചെയ്താൽ സാധാരണക്കാരൻ ആടിനെ കൊണ്ടുവന്നാൽ മതി, ഇയാള് കാളെ കൊണ്ടുവരണം. സ്വാധീനമുണ്ട്, ഞാനിതിനകത്ത് മൂപ്പനാണെന്ന് പറഞ്ഞ് എന്റെ കാര്യം ദാറ്റ്സ് ഓൾ റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. അയാൾ കൂടിയ യാഗം കഴിച്ചെങ്കിലേ അയാൾക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളൂ. ആമേൻ. ഒറ്റ പാപത്തെ പോലും ദൈവം ഓവർലുക്ക് ചെയ്യില്ല, അവഗണിക്കില്ല. ഒരാടെ പാപത്തെ പോലും ദൈവം അവഗണിക്കില്ല. സിൻ മസ്റ്റ് ബി പണിഷ്ഡ്. പാപത്തിന്റെ ശമ്പളം മരണം. ലിസൺ ടു മീ. ദൈവത്തിന്റെ പുത്രൻ ഒരു പാപവും ഇല്ലാത്തവൻ. കോടതി വിസ്തരിച്ചിട്ട് പറയുന്നവനിൽ ഒരു തെറ്റും ഇല്ല. അവൻ ജനത്തിന്റെ മുൻപാകെ ചോദിക്കുന്നു, നിങ്ങളിൽ ആറ് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. ഒരു തെറ്റുമില്ല. പക്ഷെ ലോകത്തിന്റെ പാപം അവന്റെ മേലെ ഏറ്റെടുത്തപ്പോൾ അതിന്റെ വേദന കഠിനമായിരുന്നു, അതിന്റെ ഭാരം താങ്ങാൻ മേലാത്തതായിരുന്നു. അവൻ വിളിച്ചു ചോദിക്കുന്നു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? വിളിച്ചു ചോദിച്ചിട്ട്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്ന് ഗെത്സമനയിൽ പ്രാർത്ഥിച്ചപ്പോ മാറ്റിക്കൊടുത്തോ? ഇല്ലല്ലോ. അത് അവൻ്റെതല്ലല്ലോ, നമ്മുടേതല്ലേ. അതിന്റെ വേദ കഠിനമായി തോന്നി. കഴിയുമെങ്കിൽ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞപ്പോഴും മാറ്റിത്തരാതെ ദൈവത്തിന്റെ കോപാഗ്നിയിൽ വെന്തിരിയുവാൻ സ്വന്തം പുത്രനെ വിട്ടുകൊടുത്ത ദൈവത്തിന്റെ പ്രവൃത്തി അറിയാമോ? ഞാൻ എടുത്തു പറയുന്നത്, തൻ്റേതല്ലാത്ത പാപം, നമ്മുടെ പാപം അവന്റെ മേൽ ചുമത്തി അതിന്റെ ഭാരമേറിയപ്പോൾ വിളിച്ചു പറഞ്ഞിട്ട് പോലും അവന്റെ മേൽ ദൈവത്തിന്റെ കോപം ഇറങ്ങിയെങ്കിൽ ആരുടെ മേലാണ് പാപത്തെ ദൈവം വെറുതെ വിടുന്നത്? ഒറ്റ ഒരുവന്റെയും പാപത്തെ ദൈവം വെറുതെ വിടില്ല. അതൊന്ന് പറയുന്ന ദൂത്, പാപം ഗൗരവമാണ്. ദൈവപൈതൽ അറിയണം, പാപം ഗൗരവമാണ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് പാപത്തോട് കളിക്കരുത്, പാപത്തെ തുടരുത്, പാപത്തെ തലോലിക്കരുത്. ഐ റിപ്പീറ്റ്, നോട്ട് ഫോർ എ മോമെന്റ്, നോട്ട് ഫോർ എ മോമെന്റ്. ഒരു സെക്കൻഡ് നേരത്തേക്ക് ഈ ശരീരത്തിൽ ഒരു പാപത്തെ വെച്ച് പൊറപ്പിക്കരുത്, ഈ തലമണ്ടയ്ക്കകത്തൊരു പാപത്തെ വെച്ച് പൊറപ്പിക്കരുത്. ഒരു വികാരം ഇളകി അതിൻ്റെ വഴിക്ക് പോകാൻ സമ്മതിക്കരുത്. ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ആ ബാഹ്യവും ആന്തരികമായ സകല അവയവങ്ങളും വിശുദ്ധമായിരിക്കണം. പാപത്തെ തൊടാതെ മാറി നിൽക്കണം. പാപമുണ്ടെങ്കിൽ ഒഴിവ് കഴിവ് പറഞ്ഞ് ഞാൻ മനുഷ്യനാണെന്ന് പറഞ്ഞ് പോകാതെ വരുന്ന പാട് നിലമ്പാട് വീഴണം, കവിണ്ണ് വീണ് കരയണം, കരഞ്ഞ് വിളിച്ചു പറയണം, ഐ ആം സോറി, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണം.
വാ തുറന്ന് വിളിച്ചു പറയൂ, അവൻ ക്ഷമിക്കും.